ദീർഘദണ്ഡ നമസ്കാരം മർലജ്ജോ ഗുരുസമിതോ ശരീരം അർത്ഥം പ്രാണം ച സദ്ഗുരുഭ്യോ നിവേദയേത്. ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം ബം പരമാത്മനേ നമഃ. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത് ഭുവനേശ്യൂം. അരുണകിരണജാലേ രഞ്ജിതാസാവകാശ വിധൃതജപവടീകാ പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാരസംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീലാമീ. ജാലാകരാളമത്യുഗ്രന്നശേഷാസുരസൂദനം ദൃശൂലം പാതുനോ ഭീതേർ ഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയാമി. നമശ്ചണ്ഡികായൈ നമോ. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. രണ്ടാമത്തെ സ്കന്ധം രണ്ടാമത്തെ അധ്യായത്തെ പ്രത്യേകിച്ചും സദ്യോമുക്തി, ക്രമമുക്തി ഇവയെ സംബന്ധിച്ചുള്ള വിശകലനമെല്ലാം തന്നെ ശുഖബ്രഹ്മം പരീക്ഷത്തിന് നടത്തിക്കൊടുക്കുന്നത് കണ്ടു. മൂന്നാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോഴാണ് ഓരോരോ ഉപാസനകൾ, ആ ഉപാസനകൾ കൊണ്ട് എന്തെല്ലാം വാസ്തവത്തിൽ നമുക്ക് നേടാൻ സാധിക്കും, സകാമമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടിയ ഉപാസനകളിലൂടെ നേടുന്ന കാര്യങ്ങൾ, ഓരോരോ ദേവതമാരെ പൂജിച്ചിട്ട് ആ പൂജയിലൂടെ, ആ സാധനയിലൂടെ സാധിച്ച് എടുക്കുന്ന പ്രാപഞ്ചികമായിട്ടുള്ള സുഖഭോഗങ്ങൾ, അതിനെപ്പറ്റിയെല്ലാം തന്നെ വർണ്ണിക്കുന്നത് ഈ തൃതീയം മൂന്നാമത്തെ അധ്യായത്തിലാണ്. അതിലും വാസ്തവത്തിൽ ഒരു ഭാഗം നമ്മുടെ മനസ്സിലേക്ക് കടത്തിക്കൊണ്ടുവരേണ്ടത് വളരെ നല്ലതാണ്. മറ്റൊന്നുമല്ല, കാമം ഒന്നുമില്ലാത്തവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം പരീക്ഷത്തിന് വേദവ്യാസനല്ല, വേദവ്യാസ സന്തതിയായ മോക്ഷത്തിൻ്റെ പ്രതീകമായ ശുഖബ്രഹ്മമാണ് എന്നത് മറന്നു പോകരുത്. ആദ്യമായിട്ട് ഭാഗവതം അവതീർണമാകുകയാണ്. ഗംഗയുടെ തീരത്താണ് പരീക്ഷിത്ത് പ്രായോപവേശം ചെയ്തിരിക്കുകയാണ്, ശരീരത്തെ മറന്ന് ഇരിക്കുന്ന അവസ്ഥയിലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷിത്ത് ശ്രോതാവിൻ്റെ യോഗ്യത, അധികാരി ആയിട്ടുള്ള ആ ശ്രോതാവിനെ, അഥവാ യോഗ്യനായിരിക്കുന്ന ഒരു ഗുരുവിനെ എല്ലാം തന്നെ പ്രഥമസ്കന്ധം കൊണ്ട് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ വിഷയത്തിലേക്കാണ് നാം വരുന്നത്. ഭാഗവത്തിൻ്റെ വിഷയം സകാമമായിട്ടുള്ള പ്രാർത്ഥനകളോ അത്തരത്തിലുള്ള അഭ്യർത്ഥനകളോ അതിലൂടെ നേടുന്ന നേട്ടങ്ങളോ അല്ല. പല മന്ത്രങ്ങൾ നമ്മൾ ഉപാസിക്കാനായിട്ട് എടുക്കുമ്പോൾ അവയിലൂടെ ഓരോരോ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ളൊരു ശ്രമം നാം നടത്തുന്നുണ്ട്. അത് സത്യത്തിൽ ഭാഗവതത്തിൽ നിന്ന് അന്യം ആണ്, ഭാഗവതത്തിന് യോജിച്ചതല്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന മൂന്നാമത്തെ അധ്യായത്തിൽ 10ാമത്തെ ശ്ലോകം നമ്മൾ കാണുന്നത്. അകാമ സർവകാമോ വാ മോക്ഷകാമ ഉദാരധീ തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം. ഈ പരമപുരുഷൻ ആയിരിക്കുന്ന ജഗദീശ്വരനായിരിക്കുന്ന ആ ഈശ്വരനെ ഭക്തിയോഗം കൊണ്ട് നിശ്ചയമായിരിക്കുന്ന
അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയുമ്പോൾ നിസ്സംഗമായിരിക്കുന്ന, നിഷ്കാമമായിരിക്കുന്ന, നിർഗുണമായിരിക്കുന്ന ഭക്തി, ആ ഭക്തിയോഗം കൊണ്ട് തീവ്രേണ ശക്തമായിട്ട് ഉപാസിക്കണം പോലും അകാമൻ ആയിട്ടുള്ളവർ, പ്രത്യേകിച്ച് യാതൊന്നും നേടാനില്ല എന്നുള്ള മട്ടിലുള്ള പരീക്ഷത്തിനെ പോലെ എല്ലാം ഉപേക്ഷിച്ചു വന്നിരിക്കുന്നവൻ തീവ്ര വൈരാഗ്യത്തിൻ്റെ ഉടമയാണ്. അപ്പോൾ ഇവിടെയും തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം ഏതാവാനേവ യജതാം ഇഹ ശ്രേയസോദയ ഭഗവത് ജലോ ഭാവോ അജലമായിരിക്കുന്നൊരവസ്ഥയിലാണ്. അജലം എന്ന് പറയുമ്പോൾ ചലിക്കാത്തൊരവസ്ഥയാണ്, എത്തിച്ചേരാൻ ബുദ്ധിമുട്ടാണ്. 66-ാമത്തെ വയസ്സിലാണ് വാസ്തവത്തിൽ അജലമായിരിക്കുന്നൊരവസ്ഥയിലേക്ക് പരീക്ഷിത്ത് മഹാരാജാവ് എത്തിച്ചേരുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർവ്വകൃതം എന്നതാണ് വിശേഷിപ്പിക്കുക. അപ്പം ഏതായാലും നിഷ്കാമനായിരിക്കണം, നിർഗുണഭാവത്തിലായിരിക്കണം. പ്രത്യേകിച്ച് കാമമൊന്നും നമ്മളെ തീണ്ടാൻ പാടില്ല എന്ന്. കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, ഇത്തരത്തിലുള്ള ഷഡ്വൈരികൾ 6 ഹൃദയഗ്രന്ഥികളെന്ന് വിശേഷിപ്പിക്കുക. അവയെല്ലാം തന്നെ കീറി മുറിച്ച് മുകളിലേക്ക് കടക്കാനുള്ളൊരു വിദ്യ, അതാണ് ഭാഗവത വിദ്യ. ഭാഗവതത്തിലെ മുക്തിയും മോക്ഷം എന്ന് പ്രതിപാദിക്കുന്ന ഭാഗവതത്തിൻ്റെ സബ്ജക്റ്റ്, ഭാഗവതത്തിൻ്റെ വിഷയവും ശ്രദ്ധിക്കുക. അപ്പോൾ ഭാഗവതം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഇപ്പോൾ പ്രേതമുക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ വായി സമർപ്പിക്കുമ്പോഴും അവിടുത്തെ അവസ്ഥ നമ്മൾ ചിന്തിക്കണം. പ്രേതമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രേതമായിപ്പോയാൽ ആ അവസ്ഥയ്ക്ക് അറുതി വരാൻ വേണ്ടിയിട്ടാണ്. പ്രേതം എന്ന് പറഞ്ഞാൽ ജഡമായിരിക്കുന്നൊരു ഭാവമാണ്. അത് വാസ്തവത്തിൽ പേടിപ്പെടുത്തുന്നതാണ്. നമ്മളെ എല്ലാവരെയും ഭയചകിതമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന പ്രേതഭാവത്തിൽ നിന്ന് മുക്തി കിട്ടാൻ വേണ്ടിയിട്ടുള്ളൊരു വിദ്യ, അതാണ് സത്യത്തിൽ ഭാഗവതത്തിലൂടെ നാം കൈകാര്യം ചെയ്യുന്നതെന്ന്. അപ്പോൾ മരിച്ചതിന് ശേഷം ആകാം പ്രേതഭാവത്തെ ആർജിച്ചു പോയി തൻ്റെ കാരണവന്മാർ, അല്ലെങ്കിൽ അവരും വാസ്തവത്തിൽ മുക്തി അതെന്താണെന്ന് അറിഞ്ഞുകൂടാതെ അവരത്തരത്തിൽ ഇങ്ങനെ അധപ്പതിച്ചത് കൊണ്ട് ആ അധപ്പതിച്ച അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കാനും ഭാഗവതം വളരെയേറെ ഉപകാരപ്രദമാണ് എന്ന് ധുന്ധുകാരിയുടെ കഥയിലൂടെ നമുക്ക് പഠിക്കാം. അതാണ് ധുന്ധുകാരിയുടെ കഥയുടെ പ്രത്യേകത. അവിടെയും വാസ്തവത്തിൽ എന്താണ് നമ്മൾ കണ്ടത്? അവിടെയും ഗോകർണൻ എന്ന് പറയുന്ന ജ്യേഷ്ഠൻ നിത്യാനിത്യ വിവേകത്തിൻ്റെ പ്രതീകമാണെന്ന് നമ്മൾ പലവട്ടം പറഞ്ഞു മറക്കാതിരിക്കുക. അങ്ങനെ നിത്യാനിത്യ വിവേകം കൊണ്ട് എന്താണ് നിത്യമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് എന്ന് ബോധ്യം വന്നിട്ടുള്ള ഗോകർണൻ എന്ന് പറയുന്ന മഹാനുഭാവൻ തൻ്റെ സഹോദരനായിരിക്കുന്ന ധുന്ധുകാരി എന്ന് പറയുന്ന ദുർമൃതി പ്രേതത്തെ അയാളുടെ ഗതികെട്ട അവസ്ഥയിൽ നിന്ന് ഗതി കൊടുക്കുന്ന, മോക്ഷം കൊടുക്കുന്നൊരവസ്ഥ ഭാഗവതത്തിൻ്റെ വിഷയമാണ്. ഭാഗവതത്തിൻ്റെ വിഷയം എന്ത്? 2-ാമത്തെ സ്കന്ധം വിഷയം. അപ്പോൾ ഈ ഭാഗവത വിഷയം നമ്മൾ പ്രത്യേകിച്ച് കൈകാര്യം ചെയ്യുമ്പോൾ നാരദൻ ഭക്തിയെ കണ്ടുമുട്ടുന്നതും ആ സന്ദർഭത്തിൽ വളരെ ദുഃഖിതയായിരിക്കുന്ന ഭക്തിയെ രക്ഷിക്കാൻ വേണ്ടി ഭാഗവതത്തെ പ്രയോഗിക്കുന്നതും സനകാദികളാണ് പ്രയോഗിച്ചത്. അപ്പോൾ ഈ സനകാദികളെന്ന് പറയുമ്പോൾ 5 വയസ്സും ഒരിക്കലും അതിക്രമിക്കാത്തവർ, മാനസപുത്രന്മാരാണ്, സദാ ഹരിശരണം പ്രാപിച്ചവർ. അവർ ഭാഗവത്തെ എന്തുകൊണ്ട് പ്രയോഗിച്ചു? ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിയിൽ നിന്ന് സംജാതമാകാൻ വേണ്ടിയിട്ടാണ്. ഭക്തി വെറുതെ ഭക്തി മാത്രമായിട്ടിരുന്നാൽ പോരാ, അതിൽ നിന്ന് 2 സന്തതികൾ ഉണ്ടായേ മതിയാകൂ. ജ്ഞാനവും വൈരാഗ്യവും. അതിനും ഭാഗവതം ഉപകാരപ്രദം. അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ കണ്ടിട്ട് വേണം അകാമ സർവകാമോ വ മോക്ഷകാമ ഉദാരധി. അകാമനായിട്ടുള്ളവൻ, മോക്ഷകാമനായിട്ടുള്ളവൻ, അല്ലെങ്കിൽ എല്ലാം വേണം എന്നിരുന്നോട്ടെ, എങ്കിൽ തന്നെ സർവകാമൻ ആയിട്ടുള്ള വ്യക്തിയായാലും തീവ്രേണ ഭക്തിയോഗേന യജേത പുരുഷം പരം, ആ ഈശ്വരനെ ഭംഗിയായിട്ട് യജിക്കുക, പൂജിക്കുക, ധ്യാനിക്കുക, അത്തരത്തിൽ ഈശ്വരനുമായിട്ട് താതാത്മ്യം പ്രാപിക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് വാസ്തവത്തിൽ ശ്രേയസ്കരം. ശ്രേയസ് എന്ന് പറയുമ്പോൾ പ്രേയസല്ല, പ്രാകൃതമായിരിക്കുന്ന സുഖഭോഗങ്ങളിൽ നിന്ന് വ്യതിരിക്തമായിട്ട് ആത്മീയമായിട്ടുള്ളൊരു ഉന്നമനമാണ് ശ്രേയസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ പറഞ്ഞു കഴിഞ്ഞു 3 അധ്യായങ്ങളെ കൊണ്ട്. ഏതായാലും ഒരു കാര്യവും കൂടി ഉറപ്പിച്ചിട്ട് വേണം. ഇവിടെ ശുകം അല്ലെങ്കിൽ ശുഖബ്രഹ്മം ഈശ്വര പ്രാർത്ഥന നടത്താൻ വിട്ടുപോയി എന്ന് ചില ആചാര്യന്മാർ പറയുന്ന രീതി, അത് അവലംബിച്ചാലും തെറ്റില്ല, ധൃതി കൊണ്ടാണ്. അപ്പോൾ ഏതൊരു ഗുരുവും ഒരു ശിഷ്യൻ, ജിജ്ഞാസുവായിട്ടുള്ളൊരു വ്യക്തി അല്ലെങ്കിൽ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് തൻ്റെ അടുത്തേക്ക് വരുന്നൊരു ശിഷ്യന് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ ആർഷ ആയിട്ടുള്ള രീതിയാണ്. ആർഷം ഭഗവത്ഗീത പരിശോധിച്ചാലും നിങ്ങൾക്കറിയാം, ആദ്യത്തെ അധ്യായം അർജുന വിഷാദയോഗം. അതിലൂടെ അർജുനൻ്റെ വിഷാദമെല്ലാം തന്നെ മനസ്സിലാക്കിയ ഭഗവാൻ അദ്ദേഹത്തെ ഉപദേശിച്ച് നേരെയാക്കാൻ വേണ്ടിയിട്ട് മൊത്തം 18 അധ്യായങ്ങളിൽ എന്താണോ വാസ്തവത്തിലുള്ളത് അതെല്ലാം തന്നെ സംഗ്രഹിച്ചിട്ട് 2-ാമത്തെ ആ സാഖ്യയോഗം എന്ന് പറയുന്ന ആ യോഗത്തിൽ 2-ാമത്തെ അധ്യായത്തിലെല്ലാം പറഞ്ഞു കൊടുത്തില്ലേ? സംഗ്രഹിച്ചൊക്കെ പറഞ്ഞു കൊടുത്തു.
അതിലെ ഓരോരോ ശ്ലോകവും പരിശോധിച്ചാൽ ഭഗവത്ഗീത പൂർണ്ണമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ വിശദീകരിച്ച ഓരോരോ അധ്യായങ്ങളിലൂടെ കടന്നു പോകാമെന്ന് മാത്രം. അപ്പം ഇവിടെയും ഒരു ശിഷ്യൻ വളരെയേറെ തപ്തഹൃദയനായിട്ട്, അല്ലെങ്കിൽ അങ്ങേയറ്റം ആതുരനായിട്ട്, മോക്ഷഗാമിയായിട്ട്, അല്ലെങ്കിൽ വളരെയേറെ നീറുന്ന പ്രശ്നങ്ങളും വെച്ച് പുലർത്തിക്കൊണ്ട് ജിജ്ഞാസുവായിട്ട് ഗുരുവിനെ സമീപിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം മുഴുവൻ ഇട്ടുകൊടുക്കുക, എന്നിട്ട് വിശദീകരിക്കുക എന്നുള്ള സമ്പ്രദായമാണ്. എന്താണ് ഇതിന് കാരണമെന്നറിയാമോ? ഗുരുവായാലും ശിഷ്യനായാലും ഏത് നിമിഷമാണ് ഈ ശരീരത്തെ വിട്ടുപോകുന്നതെന്ന് പറയാൻ നിവൃത്തിയില്ല. അതാണ് പ്രധാന കാരണം. അപ്പോൾ എല്ലാ തരത്തിലും അറിയാൻ ഉത്സുകനായിരിക്കുന്നൊരു വ്യക്തിക്ക് പറയേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് പറഞ്ഞു കൊടുക്കുന്നൊരു സമ്പ്രദായം നമ്മുടെ സനാതന സംസ്കാരത്തിൻ്റെ ഭാഗം. അതുകൂടി മനസ്സിലാക്കിയിട്ട് ഈ ദ്വിതീയ സ്കന്ധം, രണ്ടാമത്തെ സ്കന്ധത്തിൽ വളരെ ഏകാഗ്രചിത്തനായിട്ട് വളരെ ഉത്സാഹത്തോടു കൂടിയിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനോട് യോഗാരൂഢനാകാനുള്ള നിർദ്ദേശമാണ്. ക്രമമുക്തിയായാലും സദ്യോമുക്തിയായാലും ഏതൊരു മുക്തിയായാലും ഉയർന്നുയർന്നിങ്ങനെ പോകാനാണ്. ശരീരത്തിൽ നിന്നാണ് താഴത്തെ തട്ടിൽ നിന്ന് മുകളിലേക്ക് കടന്ന് ബ്രഹ്മരന്ധ്രത്തെ പൊട്ടിച്ച് പുറത്തേക്ക് പോയിട്ട് വീണ്ടും ഇങ്ങനെ കടന്നു പോകുന്നത് മലയാളീകരിച്ച എഴുത്തച്ഛൻ്റെ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാക്കിയില്ലേ? അവിടെ ക്രമമുക്തിയും കാണാം. എപ്രകാരം ധ്രുവലോകം വരേക്ക് പോകാം, ധ്രുവലോകത്തെയും കടന്ന് ആത്മഭാവത്തെ ആർജിച്ചുകൊണ്ട് പരമ്പൊരുളായിരിക്കുന്ന പരമാത്മസ്വരൂപവുമായിട്ട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് എങ്ങനെ മുക്തൻ എന്നുള്ള ഭാവത്തിലേക്ക് എത്താം. അതാണ് മുക്തി. അപ്പോൾ ഭാഗവത്തിൻ്റെ മുക്തി ഞാൻ ബദ്ധനല്ല എന്നുള്ള നിശ്ചയം. ഒന്നുകൂടി, ഞാൻ ബദ്ധനല്ല എന്നുള്ള നിശ്ചയം. ഒരിക്കലും യാതൊന്നിനും എന്നെ ബന്ധിക്കാൻ കഴിയുകയില്ല എന്നുള്ള ദൃഢ നിശ്ചയമാണ്. ഞാനെന്ന് പറയുന്ന ആത്മാവോ എന്ന് തന്നെയുള്ള ബോധമാണ്. ഈ വിഷയത്തെ മറക്കാതിരിക്കുക. അതിന് വിച്ഛിന്നാഭിഷേക രംഗത്തെ ഒരു 10-12 വരികൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ആദ്യം ഞാൻ എടുത്തിട്ട് തരികയാണ്. 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിച്ഛിന്നാഭിഷേക രംഗം രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ മലയാളീകരണം. അവിടെയും വാസ്തവത്തിൽ മായയെ എടുത്ത് അമ്മാനമാടുന്നുണ്ട്. മായ എന്ന് പറയുന്നത് എന്നെയും ബാധിക്കുന്നു. പറഞ്ഞുകൊണ്ടിരിക്കുന്ന വക്താവായിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് ഘോരം ഭാഗവത്തെ പ്രതിപാദിക്കുന്ന എന്നെയും ബാധിച്ചിരിക്കുന്ന ഒരു സംഗതിയാണ് ഈ പറയുന്ന മായ. ആരെയും വിട്ട് പോകുന്നില്ല ഈ മായ. എല്ലാവരെയും പിടിവിടാതെ ഇങ്ങനെ നമ്മുടെ പിന്നാലെ ഇങ്ങനെ അനുധാവനം ചെയ്യുന്ന മായയെയാണ് നാം പേടിക്കേണ്ടത്. മായ, ആ മായയെ പേടിച്ചുകൊണ്ടാണ് വേദവ്യാസര് പുരുഷൻ എന്ന് പറയുന്ന സാക്ഷാൽ ഈശ്വരനെ ബ്രഹ്മത്തെ കണ്ടിട്ട് അത് താനാണെന്നുള്ള ബോധം മറച്ചു വച്ചിരിക്കുന്ന മായയെ അതിക്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃതി, അത് ഭാഗവതം എന്നാണ് കണ്ട് അതിനെ രചിക്കുകയാണുണ്ടായത്. ഭാഗവത രചന ഒന്നുകൂടി ഓർക്കുക. അപ്പോൾ മായയെ തരണം ചെയ്യുക. അപ്പോൾ എന്തെല്ലാം പ്രസംഗിച്ചാലും എന്തെല്ലാം പ്രവർത്തിച്ചാലും കർമ്മങ്ങളുടെ അനവധി കാര്യങ്ങൾ നമ്മൾ നിർവഹിച്ചാലും നമുക്ക് പെട്ടെന്ന് വിട്ടുപോകാൻ സാധ്യമല്ലാത്തൊരവസ്ഥ ഈ മായ ജനിപ്പിക്കുന്നുണ്ട്. മായയെപ്പറ്റി ചതുശ്ലോകിയിൽ വീണ്ടും നമുക്ക് കാണാം. എൻ്റെയാണ് മായ, ഞാൻ സൃഷ്ടിച്ചതാണ് ഈ മായ, ഞാൻ ഉണ്ടാക്കിയതാണ് ഈ മായ. അപ്പോൾ ഈ മായ എന്നിൽ നിന്നുണ്ടായതാണ്, ഞാനെന്ന് പറയുന്ന പുരുഷനിൽ നിന്നുണ്ടായതാണ്. ഇതെല്ലാം തന്നെ ഭഗവാന്റെ വാക്കുകളാണ്. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായുള്ളൊന്നിത ധ്രുവം ദേഹാഭിമാനം നിമിത്തമായുണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ മാനസതാരിൽ നിരൂപിച്ചതും തവ ജ്ഞാനമില്ലായിക എന്നറിക നീ ലക്ഷ്മണ. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്ന് ഭവിക്കുന്നതോർക്ക നീ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക്, വളരെ ശ്രദ്ധിക്കണം, ദേഹോഹം, ഞാൻ ദേഹമാണെന്നുള്ളത് രമണ മഹർഷിയുടെ പ്രയോഗത്തിലേക്ക് വരിക. കോഹം, ദേഹം, നാഹം, സോഹം ഇത്യാദി പ്രയോഗങ്ങൾ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവ്, അവിദ്യയാകുന്നതും മോഹമാതാവ്. മോഹം എന്ന് പറഞ്ഞാൽ നമ്മളെ മോഹിപ്പിക്കുന്നത്, പ്രപഞ്ചത്തിൽ നമ്മളെ കെട്ടിയിടുന്നത്, അനുദിനം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, പ്രലോഭിപ്പിക്കുന്നത്. അങ്ങനെയുള്ള മോഹത്തിൻ്റെ മാതാവാര അവിദ്യ. അവിദ്യ എന്ന് പറയുമ്പോൾ സമം ഇട്ട് എഴുതിയാലും വിരോധമില്ല. മായ എന്ന് തന്നെ. വിദ്യ അല്ലാത്തത് അവിദ്യ. അജ്ഞാനം എന്ന് പറയാം, ജ്ഞാനമല്ലാത്തത്. അപ്പം ഈ പറയുന്ന രീതിയിൽ ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും ദേഹമല്ലോർക്കിൽ ഞാനായത് നാഹം, പിന്നാര ആത്മാവെന്ന് സോഹം. ദേഹമല്ലോർക്ക് ഞാനായത് ആത്മാവെന്ന മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യ കൊണ്ട് മാത്രമേ നമുക്ക് മോഹം
അതിനെ അതിജീവിച്ചുകൊണ്ട് മായയെ തരണം ചെയ്യാൻ പറ്റൂ. മായാതരണം ഒരു സബ്ജക്റ്റാണ്, ഭാഗവത്തിൻ്റെ പ്രത്യേക ഒരു വിഷയമാണ്. പ്രത്യേകിച്ചും ഏകാദശ സ്കന്ധത്തിൽ നവയോഗികൾ ഈ മായയെപ്പറ്റിയും മായാതരണത്തെപ്പറ്റിയൊക്കെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട്. നിമി എന്ന് പറയുന്ന ചക്രവർത്തിയെ മായാതരണം. അപ്പം എല്ലാ തരത്തിലും എന്താണ് മായ എന്ന് ചോദിച്ചാൽ വിദ്യ അല്ലാത്തത് അവിദ്യ ആയത്, ജ്ഞാനം അല്ലാത്തത് അജ്ഞാനം ആയത്. ഇതെല്ലാം തന്നെ വളരെ ഗഹനമായിരിക്കുന്ന വിഷയങ്ങളാണ്. ദേഹോഹമെന്നുള്ള ബുദ്ധി, അതാണ് മായ. ഞാൻ ശരീരമാണെന്നുള്ള ബോധം എത്ര കാലത്തേക്കുണ്ടോ അതിൻ്റെ പേരാണ് മായ. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും, അതാണ് അവിദ്യ എന്ന് പറയുന്ന, അജ്ഞാനം എന്ന് പറയുന്ന, മായ എന്ന് പറയുന്ന സംഗതി. ഞാൻ ശരീരമാണെന്നുള്ള ബോധം, നിത്യമല്ലാത്ത ശരീരം ഞാനാണെന്നിങ്ങനെ ഭ്രമിച്ചുകൊണ്ട് ഭ്രാന്തമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആലപാഞ്ഞു നടക്കുന്നത്, മായാജന്യമായിട്ടുള്ള വികാരങ്ങളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ദേഹോഹമെന്നുള്ള ബുദ്ധി മനുഷ്യർക്ക് മോഹമാതാവാം അവിദ്യയാകുന്നതും. എന്നിട്ട് വീണ്ടും ലക്ഷ്മണകുമാരനെ രാമേന്ദ്രൻ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്, ശ്രീരാമചന്ദ്രൻ പറഞ്ഞ് പഠിപ്പിക്കുന്നു. ദേഹമല്ലോർക്കിൽ ഞാനായത്. ഭാഗവത്തിൻ്റെ ക്രക്സ് ഇവിടെ വന്നു കഴിഞ്ഞു. ദേഹമല്ലോർക്കിൽ ഞാനായത്, ആത്മാവെന്ന് ഞാനായത് ആത്മാവെന്ന് മോഹൈകഹന്ത്രിയായുള്ളത് വിദ്യ കേൾ. സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യ. ആകയാൽ മോക്ഷാർത്ഥിയാകിൽ വിദ്യാഭ്യാസം ഏകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. പരീക്ഷിത്ത് മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം തന്നെ മമതയെ എങ്ങനെയില്ലാതെയാക്കാം, ഞാനെന്നും എൻ്റേതെന്നും പറയുന്ന അത്തരത്തിൽ നമ്മളെ ആക്രമിക്കുന്ന മായാജന്യമായിട്ടുള്ള സംഗതികളെ എങ്ങനെ ഇല്ലാതെയാക്കാം, ഞാനെന്നും എൻ്റേതെന്നും. അപ്പം ഞാൻ ശരീരമാണെന്നുള്ള ചിന്താഗതിയും അത്തരത്തിൽ ഞാൻ ശരീരമാണെന്ന് ചിന്തിച്ച് മോഹത്തിൽ പെട്ട് വശപ്പെട്ട് അത്തരത്തിൽ കഷ്ടപ്പെട്ട് നമ്മൾ പ്രാകൃതമായിരിക്കുന്ന രീതിയിൽ ജീവിച്ച് പ്രപഞ്ചത്തിൻ്റെ സുഖഭോഗങ്ങളുടെ പിന്നാലെ പരക്കം പാഞ്ഞ് നടക്കുന്നത്, അത് വാസ്തവത്തിൽ അവിദ്യ, അത് അജ്ഞാനം. അത് വാസ്തവത്തിൽ മായയെ ജനിപ്പിച്ചുകൊണ്ട് നമ്മളെ നശിപ്പിക്കുന്നു, മോക്ഷത്തിന് തടസ്സം നിൽക്കുന്നു എന്ന് എളുപ്പത്തിൽ നമുക്ക് കൈകാര്യം ചെയ്യാം. അജ്ഞാനമെന്ന് പറയുന്നതാണ് ബന്ധം. അജ്ഞാനമെന്ന് പറയുന്ന മോക്ഷമില്ലാത്തൊരവസ്ഥ. വിജ്ഞാനമെന്ന് പറയുന്ന മോക്ഷം, മോക്ഷത്തിന് ഹേതു. വിദ്യ എന്ന് പറയുന്നത് മോക്ഷത്തിന് കാരണം. അവിദ്യ ബന്ധനത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിൻ്റെ ഇല്ലാത്ത അവസ്ഥയ്ക്ക് കാരണമാകുന്നു എന്ന് എത്ര രസകരമായിട്ട് സിമ്പിളായിട്ട് നമുക്ക് അപ്രോച്ച് ചെയ്യാൻ പറ്റും. സംസാരകാരിണിയായത് അവിദ്യ, സംസാരനാശിനിയായത് വിദ്യ. സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ജനിച്ചു പോയത് സംസാരത്തിലാണ്. നമ്മൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംസാരത്തിലാണ്. ഇനി മരിക്കുന്നവരേക്ക് സംസാരത്തിലാണ്. വീണ്ടും ജനിക്കാൻ പോകുന്നത് ഈ സംസാരത്തിലാണ്. അപ്പോൾ ഈ ജനനമരണങ്ങളിൽ പെട്ട് ഇങ്ങനെ ഉഴലുന്ന മനുഷ്യൻ സംസാരത്തിൽപ്പെട്ട് ഉഴലാൻ എന്തേ കാരണം? മായ, അവിദ്യ, അജ്ഞാനം, മോഹം. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മൾ വാസ്തവത്തിൽ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എപ്പോൾ എത്തുന്നുവോ അപ്പോൾ മോക്ഷപ്രാപ്തരായി. മോഹത്തിൻ്റെ ക്ഷയമാണ് മോക്ഷം എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ട് കാണും. മോഹത്തിൻ്റെ ക്ഷയം വലിയ ബുദ്ധിമുട്ടാണ്, മോഹത്തിൻ്റെ ക്ഷയം. പക്ഷെ ആകയാൽ മോക്ഷാർത്ഥിയാകിൽ, അതുകൊണ്ട് മോക്ഷം വേണമെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസമേകാന്ത ചേതസ ചെയ്യുക വേണ്ടുന്നതും. അതുകൊണ്ട് നീ വിദ്യ അഭ്യസിക്കണമെന്ന്. ഈ ലക്ഷ്മണകുമാരൻ വിദ്യയില്ലാത്തവനായിരുന്നോ? അദ്ദേഹം വാസ്തവത്തിൽ അനന്തൻ്റെ അവതാരമല്ലേ? ശ്രീരാമേന്ദ്രൻ്റെ കൂടെ സദാസമയവും ഇങ്ങനെ സന്തത സഹചാരിയായിട്ട് നടന്നിരുന്ന അത്യന്തം ശ്രേഷ്ഠമതിയായിരിക്കുന്ന അനന്തൻ്റെ അവതാരമായിരിക്കുന്ന ലക്ഷ്മണകുമാരൻ എന്താ വിദ്യയില്ലാത്തവനാ? പക്ഷെ അവിടെയെല്ലാം തന്നെ ക്രോധതാമ്രാക്ഷനായിട്ട് അച്ഛനെപ്പോലും കൊന്നിട്ട് ജ്യേഷ്ഠൻ്റെ അഭിഷേകമെല്ലാം തന്നെ നടത്തും എന്നിങ്ങനെ ഉച്ചത്തിൽ ഇങ്ങനെ ആക്രോശിക്കുന്ന ആ ലക്ഷ്മണകുമാരൻ വാസ്തവത്തിൽ സർപ്പത്തിൻ്റെ ജന്മമായതുകൊണ്ട് ക്രോധത്തിൻ്റെ പ്രതീകമാണ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ക്രോധമാകുന്ന യമനാണ് എന്നെല്ലാം തന്നെ പിന്നാലെ ഈ വിച്ഛിന്നാഭിഷേക രംഗത്ത് നിങ്ങൾ വായിക്കുന്നുണ്ടാവും. ആ വിച്ഛിന്നാഭിഷേക രംഗം നിങ്ങൾ മുഴുവൻ ബൈഹാർട്ട് പഠിച്ചൊന്ന് മനസ്സിരുത്തി അത്തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, മനനം ചെയ്തു കഴിഞ്ഞാൽ ഭാഗവതം അവിടെയും ആയി പൂർണ്ണമായിട്ട്. ഏതായാലും മോക്ഷാർത്ഥിയാണെങ്കിൽ, മോക്ഷം നിനക്ക് വേണമെങ്കിൽ, മോഹക്ഷയം വേണമെങ്കിൽ, പ്രകൃതിയിൽ നിന്ന് വാസ്തവത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, ശരീരമെന്ന് പറയുന്ന ആ മിഥ്യാഭിമാനത്തിൽ നിന്ന് ഞാൻ ശരീരമാണെന്നുള്ള തെറ്റായ ധാരണയിൽ നിന്ന് മോചനമുണ്ടാകണമെങ്കിൽ ഏകാന്തചേതസ ചെയ്യുക വേണ്ടുന്നതും വിദ്യാഭ്യാസം. ഏകാന്തചേതസ വളരെ ഏകാഗ്രതയോടുകൂടി വളരെ കോൺസെൻട്രേറ്റഡായിട്ട്
വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥമായിട്ട് ഏതാണ് വാസ്തവത്തിൽ വിദ്യ, ഏതാണ് വിദ്യാഭ്യാസം എന്ന് മനസ്സിലാക്കിക്കൊണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് ഇന്നിപ്പോൾ നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മളെല്ലാവരും തന്നെ വിദ്യ പഠിക്കുന്നുണ്ടെങ്കിൽ തന്നെ, വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സർട്ടിഫിക്കറ്റുകൾ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ കൂടി അതൊന്നും വിദ്യയല്ല. കാരണം എന്താ? അതൊന്നും മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതല്ല. അതെല്ലാം ബന്ധത്തെ ഇല്ലാതെയാക്കുന്നതല്ല. മമതാബന്ധത്തെ, ഞാൻ ശരീരമാണെന്നുള്ള ആ ബോധത്തെ നശിപ്പിച്ചുകൊണ്ട് മോക്ഷത്തെ, ഞാൻ ആത്മാവാണെന്നുള്ള ഭാവത്തെ പ്രദാനം ചെയ്യുന്നതല്ല. അപ്പം എന്താണ് വിഷയം? ഭാഗവത്തിൻ്റെ വിഷയം മോക്ഷമാണ്. എന്താണ് ആ മോക്ഷത്തിന് ഹേതു എന്ന് ചോദിച്ചാൽ വിദ്യയാണ്. അറിവുണ്ടായേ മതിയാവും. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ അജ്ഞാനികളായി പോകരുത്. അജ്ഞാനികളായിക്കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന ബന്ധവും ബന്ധനവും നമ്മളെ കെട്ടിയിടും എന്നെല്ലാം പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. ആ സമയത്താണ് വീണ്ടും നമ്മൾ ഈ പറയുന്ന 4-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഭഗവാനെ സ്മരിക്കാൻ അല്ലെങ്കിൽ ഈശ്വരനെ സ്തുതിക്കാൻ അല്ലെങ്കിൽ ഈശ്വര പ്രാർത്ഥന നടത്താൻ ധൃതിയിൽ ശുഖബ്രഹ്മം വിട്ടുപോയതോ പരീക്ഷത്തിന് രണ്ടുപേരും കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ നേരിട്ട് വിഷയത്തിലേക്ക് കടന്നു. അതാണ് സംഗതി. എന്താണോ സബ്ജക്റ്റ്, ഭാഗവത്തിൻ്റെ വിഷയം, അത് പെട്ടെന്ന് ഇങ്ങനെ മുക്തി എന്ന് പറയുന്ന സംഗതി ക്രമമുക്തി ആയാലും അല്ലെങ്കിൽ സദ്യോമുക്തി ആയാലും ഇതര കാര്യങ്ങളായാലും ഇതെല്ലാം തന്നെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് കൊടുത്തു വിജിതാസനാകണം അല്ലെങ്കിൽ വിജിതശ്വാസനാകണം, നീ കുത്തിയിരുന്ന് സ്വസ്ഥമായിട്ടിരുന്ന് വാസ്തവ മനസ്സിനെ ഏകാഗ്രമാക്കിക്കൊണ്ട് എല്ലാത്തിനെയും ഉപശമിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രപഞ്ചത്തിൻ്റെ ഉപശമം സാധിച്ചുകൊണ്ട് നീ മോക്ഷത്തെ പ്രാപിക്കുന്നത് എടുത്തു ചാടിയെക്കൊണ്ട് പറഞ്ഞു. അപ്പം ഇതെല്ലാം തന്നെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈശ്വര പ്രാർത്ഥന എന്നുള്ളത് വിട്ടുപോയി പോലും. നമ്മുടെ എല്ലാ ചടങ്ങുകൾക്കും ആദ്യം ഈശ്വരനെ പ്രാർത്ഥിക്കും. അതുകൊണ്ടാണ് പ്രഭാഷണവേദി ഈശ്വരീയമായിട്ടുള്ള വിഷയമാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് എങ്കിൽ കൂടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. എന്താ കാരണം? ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ഒന്ന് അനിവാര്യമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും പൂർത്തീകരണത്തിന് വേണ്ടി അതിൻ്റെ ആവശ്യകതയുണ്ട്. ഏതായാലും ഈ രാജാവ് പറയുന്നത് എല്ലാ തരത്തിലും വാസ്തവത്തിൽ നേടേണ്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ നേടിക്കഴിഞ്ഞാൽ ആ നേട്ടങ്ങളെല്ലാം തന്നെ മുക്തിക്ക് ഹേതുവാകണം, അല്ലാതെ ഇവിടെ കെട്ടിക്കിടന്നുകൊണ്ട് നശിക്കാൻ ഇടവരരുത് എന്നെല്ലാം പറയുന്ന ആ ഭാഗത്തേക്ക് നാരദൻ തന്നെ 5-ാമത്തേലേക്ക് പോയിട്ട് നമുക്ക് 4-ാമത്തേലേക്ക് തിരിച്ചു പോരാം. 5-ാമത്തെ അധ്യായത്തിൽ നാരദൻ പറയുന്നത് ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വ നിദർശനം. നാരദത്തെ ദാനം ചെയ്യുന്നവനാണ്. ബ്രഹ്മദേവനുമായിട്ട് കണ്ടുമുട്ടിയപ്പോൾ തൻ്റെ മാനസപുത്രനായിട്ടുള്ള നാരദനെ കൂടുതൽ ആത്മലബ്ധിക്ക് വേണ്ടിയിട്ട്, ഇതെല്ലാം നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ഓർക്കണം. അല്ലാതെ നാരദൻ ജന്മനാഥൻ്റെ സിദ്ധനാണ്, അദ്ദേഹത്തിന് ആത്മജ്ഞാനിയാണ്, അദ്ദേഹം ദേവർഷിയാണ്, അദ്ദേഹത്തിന് എല്ലാം അറിയാം. പക്ഷെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ കരുക്കളാക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോരോ വ്യക്തിത്വങ്ങളെ, ഓരോ പേഴ്സണാലിറ്റീസ്, കഥാപാത്രങ്ങളെ, അവരെ എല്ലാം തന്നെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കഥാപാത്രങ്ങളെ വച്ചുകൊണ്ട് ഉദാഹരണമാക്കിക്കൊണ്ടോ ആ രീതിയിൽ നമുക്ക് പറഞ്ഞു തരികയാണ്. നാരദൻ ഇങ്ങനെ സ്തുതിക്കാദ്യം ദേവദേവ നമസ്തേസ്തു ഭൂതഭാവന പൂർവജ തദ്വിജാനീഹി യജ്ഞാനം ആത്മതത്വ നിദർശനം. ഏതൊരു ജ്ഞാനമാണ് വേണ്ടത്? ഏതൊരു ജ്ഞാനമാണോ നമുക്ക് അനിവാര്യമായിട്ടുള്ളത്? ആത്മതത്വം സാക്ഷാത്കരിക്കാനുള്ളത്. എന്താണ് ആത്മതത്വം? ഞാനീ പറയുന്നത് ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആവർത്തനത്തിൻ്റെ വിരസത തോന്നരുത്. നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നവരും പറയുന്ന എനിക്കും വാസ്തവത്തിൽ പറയുമ്പോഴല്ലാതെ പറഞ്ഞു കഴിഞ്ഞ് വേദിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും പ്രാപഞ്ചികന്മാരാകുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് ഗംഗയുടെ തീരത്ത് എന്നിരിക്കുന്ന പരീക്ഷിത്ത് മഹാരാജാവ് അവിടെ നിന്ന് അണിവിടെ വ്യതിചരിക്കാതെ ഇരുന്നിടത്ത് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് മാറില്ല. ഗംഗയുടെ തീരത്ത് ഇരുന്ന് കൊണ്ട് നേടേണ്ടത് നേടിയിട്ട് ശരീരത്തെ ത്യജിക്കാൻ ഉത്സുകനായിട്ടിരിക്കുകയാണ്. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എന്താ? വീണ്ടും പ്രാപഞ്ചികതയിലേക്ക് അല്ലെങ്കിൽ വ്യാവഹാരിക ദശയിലേക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ഇറങ്ങി രൂപം യദധിഷ്ഠാനം യസൃഷ്ടമിതം സംസ്ഥം യത്പരം യച്ച തത്തത്വം വദ തത്വദ സർവം ഹി ഏതത് ഭവാൻ വേദ ഭൂതഭവ്യഭവത് പ്രഭോ കരാമലകവത് വിശ്വം വിജ്ഞാനാവസിതം തവ തദ്വിജ്ഞാനോ യദാധാരോ യത്പരസ്ത്വം യദാത്മക ഏകസൃജസി ഭൂതാനി ഭൂതൈരേവാത്മമായയാ ആത്മൻ ഭാവയസേതാനി ന പരാഭാവയൻ സ്വയം ആത്മശക്തിം അവഷ്ടഭ്യ ഊർണനാഭിരിവാക്ലമാ. ആ ഊർണനാഭിയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് വാസ്തവത്തിൽ ഇവിടെ
ഞാനൊന്ന് ഒരു ചെറിയ പരിശ്രമം നടത്തുകയാണ്. ഭാഗവതം മുഴുവനാകുമ്പോഴേ ഇതിൻ്റെ പൂർണ്ണത കൈവരിക്കാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കും. അതങ്ങനെയാണ് അതിൻ്റെ കിടപ്പ്. പൂർണ്ണനാഭി എട്ടുകാലി. അപ്പോൾ ഈ എട്ടുകാലിയുടെ ചിത്രം വേദാന്ത ഭാഷയിൽ എട്ടുകാലിയെ കൊണ്ടുവന്ന് ഇടുന്നത് എട്ടുകാലിയിൽ നിന്ന് ഉരുത്തിരിയുന്ന വല കെട്ടി അതിൻ്റെ ഉള്ളിൽ കടന്ന് ആ അത്തരത്തിൽ ഈ എട്ടുകാലി ഉപജീവിക്കുകയാണ് ഈ പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ അനുഭവിക്കുകയാണ് ഈ ലോകത്തെ, അതിൻ്റെ ലോകം. അപ്പോൾ ഈ ഊർണനാഭി എന്ന് പറയുന്ന എട്ടുകാലി തൻ്റെ ശരീരത്തിൽ നിന്ന് എപ്രകാരമാണ് വലയെല്ലാം തന്നെ ഉണ്ടാക്കി. വല എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. നമ്മളെ വലയ്ക്കുന്നതാണ് വല, പ്രപഞ്ചം, സംസാരം. അപ്പോൾ നമ്മളിൽ നിന്നുണ്ടായതാണ് ഇതെല്ലാം എന്ന്. ഇനി നമ്മൾ എന്ന് പറയുമ്പോൾ ആരെയാണ് ചിന്തിക്കേണ്ടത്? ഈശ്വരൻ. അപ്പോൾ ഈശ്വരനിൽ നിന്ന് ഉണ്ടായതാണിതെല്ലാം. അപ്പോൾ ഈശ്വരനിൽ നിന്ന് എങ്ങനെ ഉണ്ടായി? അതിനൊരു ഉദാഹരണമായിട്ട് ഊർണനാഭിയെ എട്ടുകാലിയെ ചിത്രീകരിക്കുകയാണ് വേദാന്ത മതം. അപ്പോൾ അത്തരത്തിൽ എട്ടുകാലിയുടെ ഉള്ളിൽ നിന്ന് എന്തോ ഒരു പ്രത്യേക നൂല് ഇങ്ങനെ പുറപ്പെട്ടിട്ട് അതൊരു വല പോലെയായി അതിൻ്റെ ഉള്ളിൽ കുടികൊണ്ട് ഇപ്രകാരം ജീവിക്കുകയാണ് ഈ എട്ടുകാലി എന്ന് പറയുന്ന ആ ജീവി, എട്ടുകാലി. അപ്പോൾ അത്തരത്തിൽ ഊർണനാഭിയെ ഉദാഹരണമായിട്ടെടുത്ത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി എങ്ങനെയാണ് ഈശ്വരൻ നടത്തുന്നത് എന്നുള്ളൊരു ചിത്രം. ഈശ്വരന് രൂപമില്ല, ഈശ്വരന് നാമമില്ല, ഈശ്വരന് യാതൊന്നുമില്ല, അംഗപ്രത്യംഗങ്ങളില്ല. ഈശ്വരൻ എങ്ങനെ സൃഷ്ടിച്ചു? അപ്പം ഈശ്വരന് ഉള്ളും പുറവുണ്ടോ? അപ്പോൾ ഈ രീതിയിലുള്ള ചിന്തകളെല്ലാം തന്നെ വരുമ്പോൾ നാസ്തികന്മാരും ആസ്തികന്മാരും എല്ലാവരും തമ്മിത്തല്ലെന്ന രീതിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു ചില സംശയങ്ങൾ അതില്ലാതെയാക്കാൻ വേണ്ടിയിട്ടാണ് ഈശ്വരൻ തന്നിൽ നിന്ന് സൃഷ്ടിച്ചുവെന്ന്. എട്ടുകാലി വല പോലെ. അപ്പോൾ ഈ സംസാരത്തിൻ്റെ സൃഷ്ടി, നമ്മൾ ഈ കാണുന്ന സകലതും എങ്ങനെ ഈശ്വരൻ സൃഷ്ടിച്ചു എന്ന് ചോദിച്ചാൽ തന്നിൽ നിന്ന്. ആത്മൻ ഭാവയസേതാനി ന പരഭാവയൻ സ്വയം ആത്മശക്തിം അവഷ്ടഭ്യ ഊർണനാഭിരിവക്ലമ നാഹം വേദപരം ഹ്യസ്മിൻ നാപരം ന സമം വിഭോ നാമരൂപഗുണൈർഭാവ്യം സദസത്കിഞ്ചിതന്യത. ഈശ്വരൻ്റെ സൃഷ്ടിയെപ്പറ്റി നമുക്ക് വീണ്ടും മനനം ചെയ്യേണ്ട ഒരവസ്ഥയുണ്ട്. കാരണം ഈശ്വരൻ സൃഷ്ടിച്ചു എങ്ങനെ ഈശ്വരൻ സൃഷ്ടിക്കുക? അപ്പോൾ യുക്തിക്ക് നിരക്കാത്ത ഒന്നായിട്ട് വരും. അതിനെപ്പറ്റിയാണ് വാസ്തവത്തിൽ നാരദനിങ്ങനെ ചോദ്യം ചോദിക്കുന്ന ബ്രഹ്മാവിൻ്റെ മറുപടിയായിട്ട് പിന്നാലെ വരുന്നുണ്ട്. ആ ഭാഗത്താണ് നമുക്ക് ഇത് കൂടുതലായിട്ട് ചിന്തിക്കാനുള്ളത്. ഏതായാലും അങ്ങനെയുള്ള ഈശ്വരനെയാണോ നമ്മൾ സ്തുതിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ വിട്ടുപോയി. ഏതൊരു ഈശ്വരനാണോ ഈ പ്രപഞ്ചത്തിന് ഹേതു. യഥോവാ ഇമാനി ഭൂതാനി ജായന്തി യേന ജാതാനി ജീവന്തി യത് പ്രയന്തി സംവിശന്തി തദ്വിജിജ്ഞാസസ്വത ബ്രഹ്മേതി എന്നുള്ള ശ്രുതി. അതാണ് ബ്രഹ്മത്തിൻ്റെ നിർവചനം. അങ്ങനെ എല്ലാ തരത്തിലും ഏതൊന്നിൽ നിന്നുണ്ടായോ അത് ബ്രഹ്മം, ഏതൊന്നിനെ ആശ്രയിച്ച് നിൽക്കുന്നവോ അത് ബ്രഹ്മം, ഏതൊന്നിലേക്കൊടുവിൽ ചെന്നു ചേരുന്നോ അത് ബ്രഹ്മം. അങ്ങനെയുള്ള ബ്രഹ്മത്തെയാണ് വാസ്തവത്തിൽ ഇവിടെ എല്ലാ തരത്തിലും നാരദൻ ചോദിക്കുന്നതും മറുപടിയായിട്ട് ബ്രഹ്മാവ് ഇപ്പോൾ പറയാൻ പോകുന്നതും. അങ്ങനെയുള്ള ഈശ്വരനെ നമ്മൾ വിസ്മരിച്ചുപോയി, ഒരു നിമിഷം ഇങ്ങനെ മറന്നുപോയി. അപ്പോൾ എല്ലാ തരത്തിലും മറന്നുപോയ ഈശ്വരനെ അവതരിപ്പിക്കുന്ന രംഗം നോക്കാം. ശുഖബ്രഹ്മമാണെന്ന് മറക്കരുത്. ശുഖബ്രഹ്മം ശരീരമില്ലാത്തവൻ, ശരീരം ഇല്ലാത്തവൻ. അപ്പോൾ ഈ ശരീരമില്ലാത്തവൻ എന്ന് പറയുമ്പോൾ അയാൾ മുക്തനാണ്. അതാണ് മോക്ഷത്തിൻ്റെ പ്രതീകം എന്ന് നേരത്തെ പറയാൻ കാരണം. അപ്പോൾ മോക്ഷത്തിൻ്റെ പ്രതീകം എന്ന് പറഞ്ഞാൽ ശരീരമില്ലാത്തവൻ. നഗ്നൻ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. നഗ്നൻ എന്ന് പറഞ്ഞപ്പോൾ തുണി ഉടുക്കാത്തവൻ എന്ന അർത്ഥത്തിലേ വരുന്നുള്ളൂ. നേരെ മറിച്ച് നഗ്നനേക്കാൾ ശരീരമില്ലാത്തവൻ ജനിച്ച പാടെ തന്നെ ഇങ്ങനെ ഓടിപ്പോകുന്ന കണ്ടു. അങ്ങനെ ഓടിപ്പോകുന്ന കണ്ടിട്ട് പിന്നെ വേദവ്യാസം കണ്ടില്ല, വിളിച്ചു കൂവി ഇങ്ങനെ നടന്നതേ ഉള്ളൂ. പിന്നാലെ മറുപടിയായിട്ട് പ്രതിധ്വനിയാണ് കേട്ടത്, അല്ലാതെ ഇദ്ദേഹത്തെ കണ്ടുകിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പോഴാണ് വാസ്തവത്തിൽ വരികയാണ് ഈ പറയുന്ന വേദവ്യാസ സന്തതി എന്ന് പറയുന്ന ശുഖബ്രഹ്മം. നല്ലപോലെ ചിന്തിച്ചില്ല എങ്കിൽ പിടികിട്ടുകയില്ല. കാരണം വേദവ്യാസന് സന്തതി ഉണ്ടാകുന്ന അഗ്നിയിൽ നിന്നാണ്. അഗ്നി എന്ന് പറയുന്ന ജ്ഞാനത്തിൻ്റെ പ്രതീകമായിട്ടുള്ള സന്തതിയാണ്. ജ്ഞാനസ്വരൂപനായതുകൊണ്ട് നഗ്നനാണ്, നഗ്നനായതുകൊണ്ട് ശരീരമില്ലാത്തവനാണ്. അത്തരത്തിലുള്ള ഈശ്വരസ്വരൂപനായ ബ്രഹ്മമാണ്. ആ ശുഖബ്രഹ്മമാണ് ഇവിടെ ഭാഗവതം അവതരിപ്പിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ അവതരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. ബ്രഹ്മത്തെപ്പറ്റി പറയാൻ തക്ക ശേഷിയുള്ള ഒരു സ്വരൂപം. അത് ഈ സ്വരൂപം ആത്മരൂപമാണ്. എന്താ സ്വഭാവം? ആത്മഭാവമാണ്. അപ്പോൾ ഈ ആത്മഭാവം ആത്മരൂപം എന്ന് പറയുന്ന രീതിയിൽ അതിൻ്റെ പ്രതീകമായിട്ടുള്ള ഈ ശുഖബ്രഹ്മം ഈ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം പറയാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ബ്രഹ്മത്തെ നമുക്ക് വ്യക്തമായിട്ടും കാണാൻ കഴിയും ഈ ഗുരുവായിട്ട് വന്നിരിക്കുന്ന ശുഖബ്രഹ്മത്തിൽ, വക്താവായിരിക്കുന്ന ശുഖബ്രഹ്മത്തിൽ. അതാണ് ഈശ്വരൻ. അപ്പോൾ അദ്ദേഹത്തെയാണ് എഴുത്തച്ഛൻ മനഃപൂർവ്വം എന്ത് ചെയ്തു? ഹൃദയത്തിൽ വസിക്കുന്ന അല്ലെങ്കിൽ അന്തർഹിതമായി ഇരിക്കുന്ന ഈശ്വരതത്വമായിട്ട് പറഞ്ഞ് ഈ മനസ്സിൽ ഇരിക്കുന്ന ശുഖത്തോട് പെൺതത്തയോട് ചോദിക്കുകയാണ് ഭാഗവതം പറഞ്ഞു തരാൻ. അതൊന്നുകൂടി ഒരു പ്രത്യേക രീതിയിലേക്ക്, പ്രത്യേക ഭാവത്തിലേക്കുള്ളൊരു ആവിഷ്കരണം. അപ്പോൾ ഇതെല്ലാം തന്നെ കൂട്ടി വായിച്ചു കൊണ്ട് വേണം ഈ ശുഖബ്രഹ്മത്തിൻ്റെ 4-ാമത്തെ അധ്യായത്തിലെ
അതിസുന്ദരമായിരിക്കുന്ന ശുഖസാരസ്വതം എന്ന് ഈ ആചാര്യന്മാർ വിശേഷിപ്പിക്കുന്ന ആ സ്തുതിയിലേക്ക് കടക്കാൻ അനവധി ശ്ലോകങ്ങൾ. പക്ഷെ അതിലെല്ലാം തന്നെ ബ്രഹ്മതത്വമാണ് ഈ പ്രതിപാദിക്കുന്ന മുഴുവൻ. ഏതായാലും രാജാവ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, സമീചീനം വജോ ബ്രഹ്മൻ സർവജ്ഞസ്യ തവ ആനഘ തമോ വിശീര്യതേ മഖ്യം ഹരേ കഥയത കഥം ഭൂയേ വൽസാമി ഭഗവാൻ ആത്മമായയ യഥേദം സൃജതേ വിശ്വം ദുർവിഭാവ്യം അധീശ്വരൈ യഥാ ഗോപായതി വിഭോർ യഥാ സംയച്ഛതേ പുന യം യാം ശക്തിമുപാശ്രിത്യ ഒരു ശക്തി പരപ്പുമൻ ആത്മാനം ക്രീഡയൻ ക്രീഡൻ കരോതി വികരോതി വികരോതി ച നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേരത്ഭുതകർമ്മണ ദുർവിഭാവ്യം ഇവാഭാതി കഭിവിശ്ചാഭിചേഷ്ടിതം. ഗുണമില്ലാത്ത നിർഗുണനായിട്ടുള്ള ഈശ്വരൻ പ്രകൃതിയെ വാസ്തവത്തിൽ സ്വീകരിച്ചുകൊണ്ട് ശക്തിയെ ആർജിച്ചുകൊണ്ട്, ഈ പ്രയോഗങ്ങളെല്ലാം തന്നെ നമ്മൾ ഇതര പുരാണങ്ങൾ പഠിക്കുമ്പോഴും പ്രത്യേകിച്ച് ശാക്തേയ സമ്പ്രദായത്തിലേക്കും ശൈവ സമ്പ്രദായത്തിലേക്കും കടക്കുമ്പോൾ പാർവതീ പരമേശ്വരന്മാരെ പറ്റി പ്രകീർത്തിക്കുന്ന ശ്രീചക്രവിദ്യ ശ്രീവിദ്യ എടുത്താലും അല്ലെങ്കിൽ അതുപോലുള്ള ഈ കാര്യങ്ങൾ നമ്മുടെ അനുഷ്ഠാന ആ കലയിൽ അനുഷ്ഠാനം എന്ന് പറയുന്ന രീതിയിൽ നമ്മുടെ സാധനയിൽ കടന്നു വരുന്ന രീതികളെല്ലാം തന്നെ അവലംബിക്കുമ്പോഴും പുരുഷൻ എന്ന് പറയുന്ന ജഡം നിശ്ചേഷ്ടനാണ്, നിർവികാരനും നിർമ്മമനും ഒക്കെ ആയിരിക്കുന്ന ഇദ്ദേഹം എങ്ങനെ സൃഷ്ടിച്ചു? അപ്പം അവിടെ വാസ്തവത്തിൽ ആശ്രയിക്കുന്നത് തൻ്റെ ശക്തിയെയാണ്, തൻ്റെ ശക്തി. അപ്പം ഈ പാർവതീ പരമേശ്വരന്മാരെ ചിത്രീകരിച്ചുകൊണ്ട് ശ്രീചക്രത്തിൽ ഏതായാലും താഴത്തേക്ക് 5 കോണുകളും അല്ല 5 ത്രികോണങ്ങളും മുകളിലേക്ക് 4 കോണുകളും ഒക്കെ ആയിട്ട് നമ്മൾ വരച്ചു വയ്ക്കുന്ന ശ്രീചക്രത്തിൽ പാർവതീ പരമേശ്വരന്മാരുടെ വാസ്തവത്തിൽ ഒന്നിച്ച് ഇരിക്കുന്ന ഭാവത്തിലേക്ക് വരുമ്പോഴാണ് അവിടെ ഈ പുരുഷൻ ശക്തിയോടുകൂടി ഇരിക്കുമ്പോഴാണ് ശക്തനാകുന്നത് എന്ന് സൗന്ദര്യലഹരിയിൽ ആ ശ്ലോകം മറക്കാതിരിക്കുക. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതും നജേദേവം ദേവോന ഖലു കുശലസ്പന്ദിതുമപി. അപ്പം ഈ പ്രകൃതിയിലെ സൃഷ്ടിയെപ്പറ്റി ചോദിക്കുമ്പോൾ നമുക്ക് മറക്കാതിരിക്കേണ്ട ഒരു സംഗതി, പുരുഷൻ പ്രകൃതിയോടൊപ്പം അല്ലെങ്കിൽ പ്രകൃതി എന്ന് പറയുന്ന തൻ്റെ ശക്തിയെ ഇങ്ങനെ സ്വീകരിച്ചിട്ടാണ് വാസ്തവത്തിൽ സൃഷ്ടിയാദി കാര്യങ്ങൾ ചെയ്യുന്നത്. 1 3 കാര്യം നിങ്ങൾ വാസ്തവത്തിൽ മനസ്സിലാക്കുന്നില്ല. 1 3 ഓങ്കാരമായ പൊരുൾ 3 പിരിഞ്ഞു. ഇതെല്ലാം തന്നെ മാണ്ഡൂക്യോപനിഷത്തും മാണ്ഡൂക്യകാരികയും ഇതെല്ലാം തന്നെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഓംകാരത്തിൻ്റെ പ്രത്യേകത, ഓംകാരം തന്നെയാണ് ഭഗവതി, ഓംകാരം തന്നെയാണ് ഭഗവാൻ, യാതൊരു വ്യത്യാസവുമില്ല. ഇതിനകത്തേക്കൊക്കെ പിന്നാലെ നമുക്ക് കടന്നു കയറുമ്പോഴാണ് നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ ദീർഘമായിരിക്കുന്ന ഗഹനമായിരിക്കുന്ന ആധ്യാത്മിക വിദ്യ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിസ്സാര കാര്യമൊന്നുമല്ല. മറ്റുള്ള മതക്കാർ അവർക്കൊന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ട് ഇങ്ങനെ അത് ആക്ഷേപിക്കും. എന്താണ് സത്യത്തിൽ തത്വം എന്ന് ഗ്രഹിക്കാതെ നമ്മളും അതിൻ്റെ പിന്നാലെ ഇങ്ങനെ പോകും. അത് വിട്ടിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഓംകാരത്തിൻ്റെ ഘടകങ്ങളായിരിക്കുന്ന 3 മാത്രകൾ, ആ എന്ന് പറയുന്ന 3 മാത്രകൾ, ആ 3 മാത്രകളിൽ ജനിക്കുന്ന 3 ഗുണങ്ങൾ അഥവാ അവസ്ഥാത്രയം, അതിലൂടെ കൈകാര്യം ചെയ്യുന്ന ഈ സൃഷ്ടിസ്ഥിത്യാദികൾ, അതിനെല്ലാം തന്നെ ഓരോരോ ശക്തി ഇങ്ങനെ സംഭവിക്കുന്നത്. അതായത് ഓങ്കാരത്തിൻ്റെ വിഘടനമാണ് ഈ പറയുന്ന സൃഷ്ടിക്ക് നിദാനം. ഓങ്കാരത്തിൻ്റെ വിഘടനം, സ്ഫോടനം എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ സ്ഫോടനം എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറില്ലേ. അപ്പോൾ ഈ ആധുനിക ശാസ്ത്രം പറയുന്ന തിയറി അതെല്ലാം തന്നെ വരുമ്പോൾ അത് ആധ്യാത്മിക ദൃഷ്ടിയിൽ ഇവിടെ സനാതനധർമ്മികൾ ഘോഷിച്ചത്. അപ്പോൾ അത്തരത്തിൽ എന്ന് പറയുന്ന 3 മാത്രകൾ, അത് കഴിഞ്ഞ് 4ാമത്തെ മാത്രയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന തുരീയ അവസ്ഥ, ആനന്ദത്തിൻ്റെ അതിരേകം, അവിടെ എത്തുമ്പോൾ കിട്ടുന്ന മോക്ഷം, അതിന് മുന്നോടിയായിട്ട് 3 കടന്നിട്ട് വേണം അവിടെ എത്താൻ. ഈ 3 എന്ന് പറയുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും വന്നപ്പോൾ അവിടെ ചുവന്ന രജോ ഗുണവും വെളുത്ത സാത്വിക ഗുണവും കറുത്ത താമസ ഗുണവും കടന്നിട്ടാണ് ഈ തുരിയിലേക്ക് കടക്കുന്നത്. അപ്പോൾ മൂർത്തി ഭേദങ്ങളായി. 1 3 എന്ന് പറയുമ്പോൾ ബ്രഹ്മ വിഷ്ണു രുദ്ര എന്ന് പറയുന്ന 3 ഭാവങ്ങളായി. അവരെ സഹായിക്കാനായിട്ട് അവരുടെ പ്രകൃതികളായി അഥവാ അവരുടെ ശക്തികളായി. എന്നിട്ട് അവരെ കൊണ്ടിങ്ങനെ സൃഷ്ടിക്കുക, പരിപാലിക്കുക, സംഹരിക്കുക എന്ന് പറയുന്ന രീതികളായി. അതും വാസ്തവത്തിൽ നൂനം ഭഗവതോ ബ്രഹ്മൻ ഹരേർ അത്ഭുതകർമ്മണ ദുർവിഭാവിവാഭാതി കവിഭിശ്ചാഭിചേഷ്ടിതം യഥാഗുണംസ്തു പ്രകൃതേർയുഗപത്ക്രമശോപിവ ബിഭർത്തി പൂരുഷസ്ത്വേക കെറുവൻ കർമാണി ജന്മഭീ. വളരെ രസകരമായിരിക്കുന്ന ചോദ്യവും അതിനുള്ള മറുപടിയും പറയാനായിട്ട് തുനിയുന്ന ആ ശുഖബ്രഹ്മമാണ് ഈശ്വരനെ സ്മരിക്കുക. ആ ഈശ്വരനെയാണ് നമുക്കും ഒന്ന് മനസ്സിലാക്കേണ്ടത്. ആ ഈശ്വരനെ മനസ്സിലാക്കാനായിട്ട് ശ്ലോകങ്ങളൊക്കെ നമുക്ക് ഒന്നിങ്ങനെ ജപിച്ചാദ്യം പോകാം, എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കടക്കാം. ആദ്യത്തെ ശ്ലോകം തന്നെ നോക്കൂ. നമ പരസ്മൈ പുരുഷായ ഭൂയസേ
സദുദ്ഭവ സദുദ്ഭവസ്ഥാന നിരോധലീലയ ഗൃഹീത ശക്തിത്രയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യവർമ്മനെ നമസ്പരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയ ഗൃഹീതശക്തിത്രതയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യവർമ്മനെ. ഒപ്പം നമുക്ക് മലയാളീകരണവും കൂടി പാടിപ്പോയാൽ വാസ്തവത്തിൽ കുറച്ചുകൂടി അകത്തേക്ക് കടത്താൻ നമുക്ക് സാധിക്കും. ഈശ്വരതത്വം ഈ ലോക സൃഷ്ടി സ്ഥിതി നാശഹേതുവാം ത്രിശക്രിലീലാതനുവാണ്ട് അമേയനായി ഏതിനുള്ളിൽ കുടികൊണ്ടിടും പരൻ ദുരൂഹ്യവർമാവിനെ ആനമിക്കുവൻ. കൂടുതൽ വ്യാഖ്യാനത്തിന് ഇടവരുന്നില്ല, കേട്ടിരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ ലോക സൃഷ്ടിസ്ഥിതി നാശഹേതുവാം ത്രിശക്തി ലീലാതനുകൊണ്ട് അമേയനായി ഏതിനുള്ളിൽ കുടികൊണ്ടിടും പരൻ സർവന്തര്യാമിയാണ്. ദുരൂഹ്യവർമാവിനെ ആനമിക്കുവൻ നമപരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയ ഗൃഹീതശക്തിത്രതയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യവർമ്മനെ. അപ്പൊ ഈശ്വരനെ സ്തുതിച്ചു. ജഗത് ഉൽപ്പത്തി സ്ഥിതി ലയങ്ങൾക്ക് തന്നെ കാരണമായിരിക്കുന്ന ആദ്യത്തെ ശ്ലോകം ഒന്നുകൂടി അരക്കിട്ട് ഉറപ്പിക്കാം. ജന്മാദ്യസ്യ ഏതെല്ലാം രീതിയിൽ വ്യാഖ്യാനിക്കാം. അവൾ ഭാഗവതത്തിൻ്റെതായിട്ടുള്ള അർത്ഥതലങ്ങളിലേക്ക് നാം കടക്കുമ്പോൾ ആ ബ്രഹ്മത്തിൻ്റെ തത്വവും ഈശ്വരൻ്റെ ആ പരനായിരിക്കുന്ന ഈശ്വരനെ ഇവിടെ എന്താ പറയുന്നത്? ദുരൂഹവർമാവിനെ കുടികൊണ്ടിടും പരൻ ദുരൂഹ്യവർമാവിനെ ആനമിക്കുവൻ. പരമമായിരിക്കുന്ന, പരമാത്മാവായിരിക്കുന്ന, പരബ്രഹ്മമായിരിക്കുന്ന, അല്ലെങ്കിൽ പരനായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന ആ ഈശ്വരൻ ഏതൊരു ഈശ്വരനാണോ മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് മൂന്ന് ഗുണങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചുകൊണ്ട് അത്തരത്തിൽ മൂന്ന് തട്ടിൽ പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ ശക്തികളോടുകൂടി സൃഷ്ടിച്ചും അതുപോലെ പരിപാലിച്ചും സംഹരിച്ചും വർത്തിക്കുന്ന ആ പരമാത്മാവിനെ സ്മരിക്കുന്നു എന്ന്. എന്താ ഒന്ന് പറഞ്ഞത്? ഏതിനുള്ളിൽ കുടികൊണ്ടിടും പരൻ, ഏതിനും ഉള്ളിൽ കുടികൊണ്ടിടും പരൻ അന്തർഭവായാൻ. അപ്പൊ എല്ലാത്തിൻ്റെയും ദേഹിനാം അന്തർഭവായാൻ ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി എന്നെല്ലാം പറയുന്ന രീതിയിലേക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും എന്നിലും എല്ലാവരിലും എല്ലായ്പ്പോഴും അന്തർഭവിച്ചിരിക്കുന്ന ഈശ്വരതത്വം ആ പരമമായിരിക്കുന്ന പരനായിരിക്കുന്ന ഈശ്വരനെ സ്തുതിക്കുക. നമപരസ്മൈ പുരുഷായ ഭൂയസേ സദുദ്ഭവസ്ഥാന നിരോധലീലയ ഗൃഹീത ശക്തിത്രതയായ ദേഹിനാം അന്തർഭവായ അനുപലക്ഷ്യ വർമ്മനെ. ഓരോന്നും ധ്യാനിക്കാനുള്ളതാണ്. ഒരിക്കൽ ഈ പലേലി ഞാൻ വളരെയേറെ ആദരിക്കുന്ന ഒരു ഭാഗവതാചാര്യൻ, അദ്ദേഹം അടിച്ചിറക്കിയ ഭാഗവതത്തിലെ സ്തുതികൾ, അങ്ങനെ ഭാഗവതത്തിലെ സ്തുതികളും സ്തോത്രങ്ങളും മാത്രം പഠിച്ചാൽ ഭാഗവതം പൂർണ്ണമായി എന്ന് അദ്ദേഹം ഒരിക്കലിങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭാഗവതത്തിലെ സ്തുതികളും അതുപോലെ സ്തോത്രങ്ങളും മാത്രം പഠിച്ചാൽ മതി, മറ്റു കാര്യങ്ങളും കഥകളും ഒക്കെ കേട്ടില്ലെങ്കിലും വിരോധമില്ലാതെ. അപ്പോൾ അതേ രീതിയിലുള്ള ഈ സ്തോത്രത്തിലെ ആദ്യത്തെ ശ്ലോകം തന്നെ നോക്കൂ. കുന്തിസ്തുതിയും ഭീഷ്മസ്തുതിയും ഒക്കെ കഴിഞ്ഞിട്ട് വന്നവരാണ് നമ്മൾ. അതും മറക്കരുത്. ഓരോ നിമിഷവും ഭാഗവതത്തിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ മുന്ന് കഴിഞ്ഞതെല്ലാം തന്നെ ഫ്ലാഷ് ബാക്ക് ആയിട്ട് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കണം. അപ്പോഴേ ഭാഗവതം അരക്കിട്ട് ഉറപ്പിക്കാൻ പറ്റൂ എന്ന് യച്ഛണ്ണൻ പ്രപഠൻ എന്ന് പറയുന്ന രീതിയിലേക്ക് വിചാരണപരോ. അപ്പോൾ അതേ രീതിയിൽ രണ്ടാമത്തേതായിട്ടുള്ള ശ്ലോകം എന്താ? ഭൂയോ നമസദ്വിജിനച്ഛിതേ സദാ അസദാം അസംഭവായ അഖില സത്വമൂർത്തയേ പുംസാം പുന പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുഗൃഹ്യതാശുഷേ വ്യവസ്ഥിതാനാം അനുമൃഗ്യതാശുഷേ. സദ്രക്ഷണത്തിന്
സത്തുകളെയൊക്കെ രക്ഷിക്കും. അസത് വധത്തിനും അസത്തുകളെയൊക്കെ ഇല്ലാതെയാക്കും. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ ദുഷ്ടനിഗ്രഹം, ശിഷ്ട സംരക്ഷണം എന്ന് നമ്മൾ സാധാരണ പറയുന്ന രീതി. അപ്പോൾ ഇവിടെയെല്ലാം തന്നെ സത്തായിരിക്കുന്നതിനെ സംരക്ഷിക്കാനാണ് ഭഗവാന്റെ ജോലി. അസത്ത് എന്ന് പറയുന്ന ഈ പ്രകൃതിയാണ്. അസത്ത് എന്ന് പറയുന്നത് മായാജന്യമായിരിക്കുന്ന സകലതും അസത്താണ്. ഉണ്ടായിട്ട് ഇല്ലാതെയാകുന്ന എല്ലാം തന്നെ അസത്താണ്. അപ്പോൾ അതേ രീതിയിൽ സത്രക്ഷണത്തിനും അസത് വധത്തിനും സമഗ്ര സത്വാത്മകനായ ദേവനായി പരാനുനിഷ്ഠർക്ക് സുഖാത്മതത്വം ഈടും പുമാനെ സതതം നമിക്കുവൻ. പരാനുനിഷ്ഠർക്ക് ആത്മീയമായിട്ടുള്ള അന്വേഷണം നടത്തി സാധനാനുഷ്ഠാനങ്ങളുടെ പിന്നാലെ പോകുന്നവർക്ക് സുഖാത്മതത്വമേകീടും. ആത്മതത്വം, ആത്മസുഖം. അപ്പോൾ നമുക്ക് കിട്ടേണ്ടത് ആത്മസുഖമാണ് എന്ന് ആവർത്തിച്ചിങ്ങനെ ഉറപ്പിക്കുകയാണ്. നമ്മൾ ഈ പ്രാപഞ്ചികന്മാർ ശാരീരിക സുഖത്തിൻ്റെ പിന്നാലെ പോവുകയാണ്. പലപ്പോഴും നമ്മൾ തലവേദന എടുക്കുന്ന ആചാര്യന്മാരെ കാണുമ്പോൾ ക്രോസിൻ കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു പോകുന്നതും ക്രോസിനൊരെണ്ണം കഴിച്ചിട്ട് വന്ന് പ്രഭാഷണം നടത്തുന്നതും തലവേദന. അപ്പോൾ ഈ ശരീരത്തെ ആക്രമിക്കുന്ന വേദനകൾ അനവധിയാണ്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ അലട്ടുന്ന പ്രശ്നങ്ങളോ അത് അതിലേറെ അധികമാണ്. അപ്പോൾ എല്ലാ തരത്തിലും പ്രശ്നസങ്കീർണമായിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ആചാര്യനായാലും വക്താവായാലും. അപ്പോൾ എല്ലാവരും കഴിഞ്ഞുകൂടുന്ന ഇവിടെ ഈ ഈശ്വരനെ നമസ്കരിക്കാതിരിക്കുന്ന വൃത്തിയിൽ എന്താ കാരണം? അദ്ദേഹമാണ് സത്തായിരിക്കുന്ന ആത്മാവിനെ രക്ഷിക്കുന്നത്, അസത്തായിരിക്കുന്ന ദേഹത്തെ ഇല്ലാതെയാക്കുന്നത്. ആ രീതിയിൽ വേണം ചിന്തിക്കാൻ. സത്തായിരിക്കുന്ന ആത്മാവിൻ്റെ രക്ഷ, അസത്തായിരിക്കുന്ന ശരീരത്തിൻ്റെ ഇല്ലാതെയാക്കൽ, അതിനെ സംഹരിക്കൽ. സദ്രക്ഷണത്തിനും അസത്വധത്തിനും സമഗ്ര സത്വാത്മകനായ ദേവനായി പരാനുനിഷ്ഠർക്ക് സുഖാത്മതത്വം ഏകീടംബുമാനെ സതതം നമിക്കുവൻ. ഭൂയോ നമസ്രജ്വിജ വൃജിനച്ഛിതേ സദ അസംഭവായ അഖില സത്വമൂർത്തയെ പുംസാം പുന പാരമഹംസ്യ ആശ്രമേ വ്യവസ്ഥിതാനാം അനുമൃഗ്യതാശുഷേ. ഒരു ശ്ലോകവും ഏതായാലും ഞാൻ വളരെയേറെ എന്താന്ന് പറയുക, ഏറ്റവും കൂടുതൽ ഈ മലയാളീകരിച്ച ദേവീഭാഗവതവും ഭാഗവതവും ഇത്തരത്തിൽ നമുക്ക് ഇട്ട് തന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ, അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ഇങ്ങനെ സ്മരിക്കും. അദ്ദേഹത്തെയും വി ടി ഭട്ടേരിപ്പാടിനെയൊക്കെ എൻ്റെ ആദ്യ ഗുരുക്കന്മാരായിട്ട് ഞാൻ എടുക്കാൻ കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയെല്ലാം തന്നെ ആധ്യാത്മിക വിഷയത്തിലേക്ക് അവർ തിരിച്ചു വിട്ടു, ചാനലൈസ് ചെയ്തതാണ്. അവരുടെ തീവ്രമായിരിക്കുന്ന സാധനയ്ക്ക് അതെല്ലാം തന്നെ ഉപോത്ബലകമായി എന്നുമാകട്ടെ. അപ്പോൾ എല്ലാ തരത്തിലും നാം വളരെയേറെ ആരാധിക്കുന്ന ആ മഹത് വ്യക്തി മലയാളീകരിച്ച് തന്നത് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പരിപൂർണമായിട്ടുള്ള ഒരു പരിഭാഷയാകില്ല. കാരണം അത് മൂലത്തിൻ്റെ പ്രത്യേകതയാണ്, ആർക്കും സാധ്യമല്ല. അങ്ങനെ പരിഭാഷപ്പെടുത്തണമെങ്കിൽ 4 വരിയിലല്ല 8 വരിയിലല്ല 12 16 ഒക്കെ വരികളാവും. അതങ്ങനെ അതിക്രമിച്ചു വരും. അതിന് മുഴങ്ങോട്ടുകളെയാണ് ഉദാഹരണം. എന്തുമാകട്ടെ, അടുത്തത് നമോ നമസ്തേ സൃഷഭായ സത്വതാം വിദൂരകാഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്ത സംജ്ഞാതിശയേന രാധസസുധാമനി ബ്രഹ്മണി രംസ്യതേ നമ. സ്വഭക്തരായോർക്ക് ഹിതാനുവർത്തിയായി, അഭക്തരായോർക്ക് അതിദൂരവർത്തിയായി. അഭക്തന്മാരെ കൊല്ലുന്നു എന്നൊരു പ്രയോഗം നടത്തിയില്ല ഭാഗവതം അഭക്തന്മാരെ കൊല്ലുന്നു, അങ്ങനെ അഭക്തരായിരിക്കുന്ന ശിശുപാലനെ കൊന്നു എന്ന് കാണുന്നത് വേറെ രീതിയിലായിരിക്കണം. അതിൻ്റെ പെർസ്പെക്റ്റീവ്, അതിൻ്റെ വീക്ഷണകോണൊന്ന് മാറ്റി കൊള്ളിക്കണം, അല്ലെങ്കിൽ എല്ലാം തെറ്റും. സ്വഭക്തരായോർക്ക് ഹിതാനുവർത്തിയായി. ഭഗവാനെ ഇങ്ങനെ പ്രേമിച്ചുകൊണ്ട് സദാനുഷ്ഠാനത്തിൽ അല്ലെങ്കിൽ സാധനയിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവരുടെ ഹിതാനുവർത്തിയായിട്ട് എപ്പോഴും കൂടെ ഉണ്ടാവും. അഭക്തരായവർക്ക് അതിദൂരവർത്തിയായി, അതങ്ങനെയുള്ളൂ. അപ്പോൾ ഈശ്വരന് ദൂരെയാണെന്ന് കാണുന്നവർക്ക് ഈശ്വരൻ ദൂരെയാണ്. പക്ഷെ അദ്ദേഹം ദൂരെയല്ല, അടുത്തുമല്ല, എല്ലായിടത്തും എല്ലായ്പ്പോഴുള്ളതാണ്. ഗോഡ് ഈസ് നെയ്തർ ഡിസ്റ്റൻറ്റ് നോർ ഡിസ്റ്റിങ്ക്ട് എന്ന് സായി പറഞ്ഞത് വീണ്ടും വീണ്ടും ഇങ്ങനെ അയവിറക്കുക. സ്വഭക്തരായോർക്ക് ഹിതാനുവർത്തിയായി, അഭക്തരായോർക്ക് അതിദൂരവർത്തിയായി, നിരസ്ത സാമ്യാതിശയ പ്രഭാവനായി സ്വയം വിളങ്ങും പൊരുളേ നമോ നമ. സ്വയം വിളങ്ങും പൊരുളേ നമോ നമ. അക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും ഒരു കണ്ണിന് കണ്ണ് മനമാകുന്ന കണ്ണ്, അതിലെ കണ്ണായിരുന്ന പൊരുൾ ഞാനെന്ന് താനെന്ന് ഉറയ്ക്കും അളവ് ആനന്ദം എന്ത് ഹരിനാരായണായ നമ. ഈശ്വരനെ തേടി
പുറമേയുള്ള സൂര്യൻ്റെ പ്രഭ അതെല്ലാം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ണിനെ വിശകലനം ചെയ്ത് കണ്ണിന് കണ്ണായിരിക്കുന്ന മനക്കണ്ണിനെയും ഉള്ളിലേക്ക് കടന്ന് പൊരുളായിരിക്കുന്ന പരം തത്വമായിരിക്കുന്ന ഈശ്വരൻ സ്വയം വിളങ്ങും പൊരുളേ നമോ നമ. പണ്ട് ഇങ്ങനെ NSSകാരുടെ ഈ പറഞ്ഞ ജന്മാക്ഷത്ര പിരിവിന് പോകുമ്പോൾ ഒരു കീർത്തനം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. അഖിലണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിലാനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും പരമമായി മിന്നും പ്രകാശമേ നിത്യം നമസ്തേ എന്നോ അതേ രീതിയിൽ അഖിലാണ്ട മണ്ഡല മണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു പൊരുളിലും പരമമായി മിന്നും. അത്തരത്തിലുള്ള ഒരു കീർത്തനം ചെറുപ്പകാലത്ത് ഇങ്ങനെ കേട്ട് ഓർക്കുന്നുണ്ട്. അതാണ് ഈശ്വരൻ. അപ്പോൾ എല്ലാവരുടെയും ഉള്ളോടുള്ളിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടുന്ന കടന്നുകൂടുന്ന അവിടെ ഇരിക്കുന്ന അവിടെ സ്ഥിതനായിരിക്കുന്ന തത്വമായിരിക്കുന്ന സത്യമായിരിക്കുന്ന പൊരുളായിരിക്കുന്ന ആ പ്രകാശം സ്വഭക്തരായോർക്കു ഹിതാനുവർത്തിയായി അഭക്തരായോർക്ക് അതിദൂരവർത്തിയായി നിരസ്ത സാമ്യാതിശയ പ്രഭാവനായി സ്വയം വിളങ്ങും പൊരുളേ നമോ നമ. നമോ നമസ്തേസ്തു ഋഷഭായ സത്വതാം വിദൂരകഷ്ടായ മുഹുക്കുയോഗിനാം നിരസ്ത സാമ്യാതിശയേന രദശ സുധാമനി ബ്രഹ്മണി രംസ്യതേ നമ. ഉള്ളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഈ ഓരോ സ്തോത്രത്തിലും നമ്മെ ഈശ്വരനുമായിട്ട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് എവിടെയാണ് ഈശ്വരൻ, എന്താണ് ഈശ്വരൻ, എങ്ങനെയാണ് ഈശ്വരൻ എന്ന് ഉറപ്പിക്കുന്നൊരു സമ്പ്രദായം ഭാഗവതത്തിലെ സ്തോത്രങ്ങൾക്കുണ്ട്, സ്തുതികൾക്കുണ്ട്. അടുത്തതോ യത് കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. ഏതോർക്കിൽ സ്മരിക്കുക, ഈക്ഷിക്കലും കാണുക, സ്തുതിക്കലും വന്ദിക്കുകിൽ കേൾക്കുകിലും നമിക്കലും സമസ്ത പാപങ്ങളും ആശുഭോം ആ സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. സുഭദ്രകീർത്തി എല്ലാത്തിനെയും ഭദ്രമാക്കി തരുന്ന മംഗളകരമാക്കി തരുന്ന ആ ഈശ്വരനെയാണ് ഇവിടെ പറയുന്നത്. ഏതോർക്കിൽ, ഏത് ഈശ്വരനെ ഓർത്താലാണോ, കണ്ടിട്ടാണോ, സ്തുതിച്ചിട്ടാണോ, വന്ദിച്ചിട്ടാണോ, കേൾക്കിട്ടാണോ, നമിച്ചിട്ടാണോ എല്ലാ പാപങ്ങളുമൊക്കെ പോയിട്ട് നമ്മളെ വാസ്തവത്തിൽ രക്ഷിക്കുന്ന ആ സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. ഏതോർക്കിൽ ഈക്ഷിക്കലും സ്തുതിക്കലും വന്ദിക്കുകിൽ കേൾക്കുകിലും നമിക്കലും സമസ്ത പാപങ്ങളും അശുഭവും അതാം സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. യത് കീർത്തനം യസ്മരണം യദീക്ഷണം യദ്വന്ദനം യശ്രവണം യദർഹണം ലോകസ്യ സദ്യോ വിധുനോതി കൽമഷം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. അടുത്ത് നോക്കൂ. വിചക്ഷണ യശരണോപസാദനാത് സംഗം വിദസ്യോഭയതോന്തരാത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. ആർദൻ പദം കുമ്പിടുമാ വിവേകവാൻ നാഗീയ ഭോഗത്തിലും ആശ വിട്ടുടൻ. സ്വർഗം വേണമെന്നുള്ള ആഗ്രഹവും ഉപേക്ഷിച്ചിട്ടാണ് ഈശ്വരനെ കുമ്പിടുന്നൊരു വ്യക്തി പരിണമിക്കുന്നത്. ആർദൻ പദം കുമ്പിടുമാ വിവേകവാൻ, വിവേകിയാണ് അയാൾ, നിത്യാനിത്യ വിവേകം കൊണ്ട് സമ്പന്നനാണ്. ആർദൻ പദം കുമ്പിടുമാ വിവേകവാൻ നാഗീയ ഭോഗത്തിലും ആശ വിട്ടുടൻ ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞിടുന്നത് ആ സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞിടുന്നത് ഈശ്വരനെ ഇങ്ങനെ ഒരു പ്രത്യേക രീതിയിൽ ഇട്ട് മാനമാടിക്കൊണ്ട് പല പല ശ്ലോകങ്ങളിലൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ട് താലോലിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയാണ്. ആർദൻ പദം കുമ്പിടും ആ വിവേകവാൻ നാഗീയ ഭോഗത്തിലും ആശ വിട്ട് ഉടൻ ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞിടുന്നത് ആ സുഭദ്രകീർത്തിക്ക് നമസ്കരിച്ചിടാം. വിചക്ഷണ യശരണോപസാദനാത് സംഗം വിദസ്യോഭയതോന്തരത്മന വിന്ദന്തി ഹി ബ്രഹ്മഗതിം ഗതക്ലമ. എല്ലാ ക്ലേശങ്ങളൊക്കെ വിട്ടിട്ട് ബ്രഹ്മപദത്തെ ആശ്രയിച്ച് അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് നയിക്കുന്ന ആ ഈശ്വരനെ തസ്മൈ സുഭദ്രശ്രവസേ നമോ നമ. തപസ്വിനോ ദാനപര യശസ്വിനോ മനസ്വിനോ
മന്ത്രവിദസ്വമംഗള ക്ഷേമം ന വിന്ദന്തി വിനായതർപ്പണം തസ്മൈ സുഭദ്രശ്രവസേ നമോ നമഃ. ദാനങ്ങൾ, മന്ത്രങ്ങൾ, തപസ്, കീർത്തിയും യോഗം, സദാചാരവും ഏതുകൊണ്ടുമേ ഫലം വരാ തത്പരമല്ല എങ്കിൽ അസുഭദ്ര കീർത്തിക്ക് നമസ്കരിച്ചിടാൻ നിർദ്ദേശം തന്നു. എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് യാതൊരു ഗുണവുമില്ല, മന്ത്രമുണ്ട്, തന്ത്രമുണ്ട്, അതുപോലെ പല പല ദാനങ്ങളെല്ലാം തന്നെ നടത്തുന്നു. പക്ഷെ തത്പരമായിട്ട് അല്ല അത് ചെയ്യുന്നത് എങ്കിൽ, നിഷ്കാമമല്ല എങ്കിൽ, നമ്മൾ വെറും യന്ത്രത്തിൻ്റെ രീതിയിൽ ഭഗവതിച്ഛ അതനുസരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള മട്ടിലല്ല എങ്കിൽ യാതൊരു ഗുണവുമില്ല എന്നുകൂടി ധ്വനിപ്പിച്ചുകൊണ്ടാണ് ദാനങ്ങൾ, മന്ത്രങ്ങൾ, തപസ്, കീർത്തിയും യോഗം, സദാചാരവും ഏതുകൊണ്ടുമേ ഫലം തത്പരമല്ല എങ്കിൽ ആ സുഭദ്ര കീർത്തിക്ക് നമസ്കരിച്ചിടാം. അപ്പം അറിയേണ്ടത് മുഴുവൻ അറിയിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക സ്തോത്രമാണിത് എന്ന് ചുരുക്കം. ഇനി കുറേ ദുഷ്ടശക്തികളെ, കിരാതന്മാർ, അതായത് കാട്ടാളന്മാർ, സംസ്കാരമില്ലാത്തവർ, അവരൊക്കെയാണ് കിരാതന്മാർ, ഹോണന്മാർ, പുളിന്തന്മാർ, ഉൽക്കസന്മാരൊക്കെ. ആഭീര, ഗംഗ, യമന, ഖസാദയ ആയുധം സൃഷ്ടിക്കുന്നവരും അത്തരത്തിൽ കൊലയ്ക്ക് വേണ്ടി അടക്കുന്നവരും സംസ്കാരശൂന്യന്മാരുമായിട്ടുള്ളവരെയാണ് ഈ പദങ്ങൾ കൊണ്ട് പ്രയോഗിച്ചത്. കിരാത, ഹൂണാന്ത്രമുളിന്ദ, ഉൽക്കസ, ആഭീര, ഗംഗ, യവന, ഖസാദയ യന്യേത പാപായതോപാശ്രയാശ്രയ ശുദ്ധ്യന്തി തസ്മൈ പ്രഭ വിഷ്ണവേ നമഃ. വളരെ നിഷ്ഠൂരന്മാരോ അല്ലെങ്കിൽ സംസ്കാരശൂന്യന്മാരോ ആണെങ്കിൽ കൂടി അവരെല്ലാവരും തന്നെ ശുദ്ധീകരിക്കപ്പെടുന്നു. എങ്ങനെ? ഏത് ആശ്രയം കൊണ്ട്? ആരെ ആശ്രയിച്ചാൽ? ഏതൊരു ഈശ്വരൻ്റെ സാന്നിധ്യത്തിലാണോ ഇവരെല്ലാവരും തന്നെ ശുദ്ധീകരിക്കുന്നത്? അങ്ങനെയുള്ള ആ മഹാപ്രഭാവനായിരിക്കുന്ന ഈശ്വര നമസ്കാരം. കിരാത, ഹൂണാന്ത്രപുളിന്ദ, പുൽക്കസാഭീരാദ്യ ആദ്യരാം പാപികളാം ജനങ്ങളും ഏതാശ്രയത്താൽ പരിശുദ്ധരാവത് മഹാപ്രഭാവന്ന നമസ്കരിച്ചിടാം. നോക്കൂ, ഇനി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഭഗവാനെ കുറച്ചുകൂടി വാസ്തവത്തിൽ നമുക്ക് ഇട്ടുതരാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. സയേഷ ആത്മാത്മവതാം അധീശ്വര സ്ത്രീമയോ ധർമ്മമയസ്തപോമയ ഗതവ്യളീകൈരജശങ്കരാധിപിർ വിതർക്കലിംഗോ ഭഗവാൻ പ്രസീദതാം. ത്രയീമയൻ, ധർമ്മമയൻ, തപോമയൻ, സദാത്മവാൻ, കർമ്മഫലപ്രദൻ, പരൻ, സാശ്ചര്യമാ ബ്രഹ്മഹരാർദിർ പോലും ആനമിക്കുവോ സൽകൃപതൂകിടേണമേ ബ്രഹ്മഹരാദ്യർ പോലും, ത്രിമൂർത്തികൾ പോലും. അപ്പോൾ ത്രിമൂർത്തികൾക്ക് അതീതമായിരിക്കുന്നൊരു പരഭാവം അല്ലെങ്കിൽ ഈശ്വരഭാവമാണ് ആ പരൻ എന്ന് പറയുന്ന പ്രയോഗത്തിൽ. ത്രയീമയൻ, ധർമ്മമയൻ, 3 വേദങ്ങളും ജാഗ്രസ്വപ്ന സുഷുപ്ത്യാദികളും അല്ലെങ്കിൽ ത്രിപുടി എന്ന് പറയുന്ന അവസ്ഥാത്രയങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ആ ഭാവമാണ് ഈശ്വരൻ്റെ. ത്രയീമയൻ, ധർമ്മമയൻ, തപോമയൻ, സദാത്മവാൻ, കർമ്മഫലപ്രദൻ, പരൻ, സാശ്ചര്യം ആ ബ്രഹ്മഹരാർദ്യർ പോലുമേ നമിക്കുവോൻ സൽകൃപതൂകിടേണമേ. ബ്രഹ്മാദികൾ, ത്രിമൂർത്തികൾ എല്ലാവരും തന്നെ പൂജിക്കുന്നല്ലോ ഈശ്വര, അനുഗ്രഹിക്കണമെന്ന്. ഇനി അത് കഴിഞ്ഞിട്ട് അടുത്തതോ ശ്രീയപ്പത് യജ്ഞപതി പ്രജാപത് ധിയാംപതിർ ലോകപതിർ ധരാപതി പതിർഗതിശാന്തകവൃഷ്ണി സത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. ശ്രീശൻ വ്രജേശൻ ജഗദീശനീശ്വരൻ ധീകൾക്ക് യജ്ഞത്തിനു നീ ധരയ്ക്കുമേ വൃഷ്ണ്യന്ധകാദീശ്വരനേകരക്ഷസ ഏകരക്ഷ സജ്ജനൈകനാഥൻ ഭഗവാൻ തുണയ്ക്കണേ. ശ്രീശൻ ഇവിടെ പറഞ്ഞിരിക്കുന്ന മുഴുവൻ മലയാളിച്ചു. ശ്രീയപ്പതി, യജ്ഞപതി, പ്രജാപതി, ധിയാംപതിർ ബുദ്ധിയുടെയൊക്കെ പതിയാണ്, ലോകപതിർ, ധരാപതി, പതിർഗതി ശാന്തക വൃഷ്ണി സത്വതാം പ്രസീദതാം. അപ്പോൾ വൃഷ്ണികളായാലും സത്വതാംപതി, സത്വതാംപതി എന്നാണ് ഭഗവാനെ പറയുന്നത് തന്നെ. സത്വതാംപതി, സത്തായിരിക്കുന്ന ഈശ്വരനെ വിഷ്ണുവിനെ ആശ്രയിക്കുന്ന കൂട്ടരാണ് സത്വതന്മാർ, അവരുടെ പതി. അപ്പോൾ ശ്രീയപ്പതിർ യജ്ഞപതി, പ്രജാപതിർ, ധിയാംപതിർ, ലോകപതിർ, ധരാപതി, പതിർഗതി ശാന്തക വൃഷ്ണി സത്വതാം പ്രസീദതാം മേ ഭഗവാൻ സദാംപതി. എല്ലാത്തിൻ്റെയും പതിയാണ്. യജ്ഞോ യജ്ഞപതിർ യജ്വ യജ്ഞാംഗോ യജ്ഞവാഹന എന്ന് വിഷ്ണു സഹസ്രനാമത്തിൽ പറയുന്ന പോലെ യജ്ഞത്തിൻ്റെ മാത്രമല്ല, ഇവിടെ ത്രയീമയൻ, എല്ലാത്തിൻ്റെയും ഇങ്ങനെ അധിപതിയായതുകൊണ്ട് ശ്രീശൻ, ശ്രീയുടെ ഈശൻ.
മഹാലക്ഷ്മിയുടെ പതി, പ്രജേശൻ സകല ജനങ്ങളുടെയും അല്ലെങ്കിൽ ഇവിടെയുള്ള മാനവരാശിയുടെ ഈശ്വരനാണ് ജഗദീശൻ, ഈശ്വരൻ. ധീകൾക്ക് യജ്ഞത്തിനും ഈ ധരയ്ക്കുമേ, ഭൂമിക്കധിപതി, യജ്ഞത്തിനധിപതി, ബുദ്ധിക്കധിപതി, എല്ലാത്തിനും. വൃക്ഷ്യന്ത്യകാദീശ്വരനേക രക്ഷ. അപ്പൊ നമുക്ക് എല്ലാവർക്കും തന്നെ ഏകനാണ്, രക്ഷ ഇദ്ദേഹം മാത്രമാണ്. സജ്ജനൈകനാഥൻ, സജ്ജനങ്ങളുടെ ഏകനാഥൻ ഭഗവാൻ തുണയ്ക്കണേ. അത് കഴിഞ്ഞിട്ട് അടുത്തത് വളരെ രസകരമായിരിക്കുന്ന 2-3 ശ്ലോകങ്ങൾ കൂടി. യദംഗ്രഭിധ്യാന സമാധിതൗദയ ധിയാനുപശ്യന്തി ഹി തത്വമാത്മന വദന്തി ചൈതത് കവയോ യഥാരുജ സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദതാം. ആർവൻ കഴൽത്താര് ഭജിച്ച് ശുദ്ധമാന്ധിയാൽ പരം തത്വമറിഞ്ഞ് സൂര്യകൾ യഥാരുജം വാഴ്ത്തുവത് അപ്പരമ്പുമാൻ മുകുന്ദൻ എന്നിൽ കനിയേണമേ സദാ. ആരുടെ തൃച്ചേവടികളാണോ ഭജിച്ചിട്ട് ശുദ്ധമായിട്ടുള്ള ബുദ്ധി എല്ലാം തന്നെ ഉരുത്തിരിഞ്ഞിട്ട് തത്വമറിഞ്ഞ് എന്താണ് ഈശ്വരൻ, എന്താണ് ബ്രഹ്മതത്വം, ആരാണ് ഞാൻ എന്നുള്ള ആ തഥമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞ് സൂര്യകൾ സുകൃതികൾ യഥാരുജം വാഴ്ത്തുവത് അവർ വാസ്തവത്തിൽ സുന്ദരമായിട്ടുള്ള ആ സ്തുതികളെല്ലാം നടത്തുന്ന പരമ്പുവാനായിരിക്കുന്ന പരമ്പൊരുളായിരിക്കുന്ന മുകുന്ദൻ എന്നിൽ കനിയണമേ. യദംഘ്രിവിധ്യാന സമാധിതൗദയ ധിയാനുപശ്യന്തി തത്വമാത്മന വദന്തി ചൈതത് കവയോ യഥാരുജം സത്സമേ മുകുന്ദോ ഭഗവാൻ പ്രസീദത. പ്രചോദിതായേന പുരാ സരസ്വതീ വിതന്വതാജസ്യ സതിം സ്മൃതിം ഹൃദി സ്വലക്ഷണാപ്രാദുരഭുത് കിലാസ്യത സമേ ഋഷീണാം ഋഷഭപ്രസീദതാം. സരസ്വതി എന്ന് പറയുന്നൊരു പ്രയോഗം അവിടെ വന്നുകൊണ്ട് വിദ്യ, അതുകൊണ്ട് ശിവസാരസ്വതം എന്നൊരു പ്രയോഗം. വേദത്തിലെ പ്രത്യേകിച്ച് ഋഗ്വേദത്തിലെ ആദ്യത്തെ ഭാഗത്തെ നമ്മൾ സാരസ്വതം എന്ന് പറയുന്ന പോലെ ഭാഗവതത്തിൽ ഈ 4-ാമത്തെ അധ്യായം 2-ാമത്തെ സ്കന്ധത്തിലെ ശിവസാരസ്വതം എന്നിങ്ങനെ പറയും. എല്ലാ തരത്തിലും അജന് സൃഷ്ടിസ്മൃതി മുന്നമേകിയാർ, ഈ സൃഷ്ടിക്കുള്ള സ്മൃതി, സൃഷ്ടിക്കാനുള്ള ഓർമ്മ ഈ പറയുന്ന അജന് ബ്രഹ്മാവിന് കൊടുത്തതാര് പ്രചോദനം നൽകുകയാൽ സരസ്വതി. സരസ്വതി ബുദ്ധി, വിദ്യ, വേദം. അപ്പൊ ഇതെല്ലാം തന്നെ ആരോ സലക്ഷണം തൻ മുഖജാതയായ അതാം ആ ജ്ഞാനൈകരൂപൻ കനിയേണമേ സദാ. അപ്പൊ വിദ്യ ഏകിയ, ബുദ്ധി ഏകിയ, അപ്പൊ എല്ലാ തരത്തിലും നമ്മെ അനുഗ്രഹിച്ച ആ ഈശ്വരൻ എന്നെ അനുഗ്രഹിക്കണമേ. അജന് സൃഷ്ടിസ്മൃതി മുന്നമേകി ആർ പ്രചോദനം നൽകുകയാൽ സരസ്വതി. സലക്ഷണം തൻ മുഖജാതയായതാ ജ്ഞാനൈകരൂപൻ കനിയേണമേ സദാ. കാരണം കടുത്ത ഒരു സംഗതിയിലേക്ക് കടക്കുകയാണ് ഈ ശുഖബ്രഹ്മം ഭാഗവതം. ആലോചിച്ച് നോക്കൂ, ഞാനിത് പ്രത്യേകിച്ച് ഇങ്ങനെ എടുത്തു വായിക്കാനുള്ള പ്രധാന കാരണം ഭാഗവതമാണ്. ശുഖബ്രഹ്മം പറയാൻ പോകുന്നത് ശുഖബ്രഹ്മത്തിന് നിഷ്പ്രയാസം അനായാസേന കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്ന, കാരണം അദ്ദേഹം ബ്രഹ്മമാണ്. അപ്പോൾ ബ്രഹ്മമായിട്ടുള്ള അറിവിൻ്റെ സങ്കേതമായിരിക്കുന്ന അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള പ്രാർത്ഥനയുടെ ആവശ്യമില്ല. പക്ഷേ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്, കടുത്ത ഒരു കാര്യത്തിലേക്ക് കടക്കുകയാണ്. അത് വാസ്തവത്തിൽ പരീക്ഷത്തിന് ഗുണകരമാകേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. സ്വയം മഹാഭൂതങ്ങൾ തീർത്ത് അതിൽ കടന്നുടൻ ഷോഡശതത്വരൂപനായി ഭുജിപ്പദാർത്ഥഗുണം അപ്പുമാൻ അലങ്കരിക്കണേ മത് വചനങ്ങളെ സദാ. ഇതിൻ്റെ മൂലത്തിലേക്ക് നമുക്ക് വരാം. സ്വയം മഹാഭൂതങ്ങൾ തീർത്ത്, അപ്പം ആകാശം മുതൽ ഭൂമി വരേക്കുള്ള മഹാഭൂതങ്ങളെയൊക്കെ തീർത്തത് ഈശ്വരൻ. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കടന്നുടൻ ഷോഡശതത്വരൂപനായി 16 തത്വങ്ങൾക്കെല്ലാം ഉടമയായിട്ട് ഭുജിപ്പദാർത്ഥ ഗുണമപ്പുമാൻ, ഇതെല്ലാം തന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിട്ട് ആ ഗുണങ്ങളെല്ലാം തന്നെ ഭുജിക്കുന്നത് ആര്? ആ പുമാനലങ്കരിക്കണേ മധുവചനങ്ങളെ സദാ. ഞാൻ പറയാൻ പോകുന്നതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അനുഗം കൊണ്ട് അലങ്കൃതമാകണമെന്ന് നോക്കൂ. അതിവിടെ പറയുന്നത് യദംഘ്ര്യവധ്യാന സമാധിതൗദയ എന്ന് കഴിഞ്ഞിട്ട് പ്രചോദിത, അതും കഴിഞ്ഞിട്ട് അടുത്ത ശ്ലോകം അവസാനത്തിൻ്റെ ആദ്യത്തേത് എന്ന് പറയാം. അവിടെയാണ് ഭൂതൈർമഹദ്ഭ്യ ഇമാ പുരോ വിഭോ നർമായ സേതേ യദമൂഷു പൂരുഷ ഭുങ്ക്തേ ഗുണാൻ ഷോഡശാത്മക സ്വാലങ്കൃശേഷ്ട ഭഗവാൻ വജാംസി മേ. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പവജ്ഞാനമയം സൗമ്യ യന്മുഖാമുർഹാസവം. ഇന്നത്തെ പ്രഭാഷണം നമുക്ക് സമർപ്പിക്കുന്നത് ഈ ശ്ലോകത്തോടു കൂടിയാണ്. സൗമ്യരാർദൻ മുഖത്താരിൽ ജ്ഞാനത്തൂ മധു ഉണ്ണുവോർ
ആ മഹാതേജസ്വിയാം വ്യാസഭഗവാനേ നമിപ്പൂ ഞാൻ. അവിടെ കവിയുടെ സ്വാതന്ത്ര്യവും അല്ലെങ്കിൽ ഈ പറയുന്ന സുബ്രഹ്മണ്യൻ തിരുവമ്പിൻ്റെ ആ സ്വാതന്ത്ര്യം പ്രയോഗിച്ചുകൊണ്ടാണ് അത് പരിഭാഷപ്പെടുത്തിയത്. വാസ്തവത്തിൽ വാസുദേവായ എന്നുള്ളിടത്ത് സൗമേരാർദൻ മുഖത്താരിൽ ജ്ഞാന തൂ മധു ഉണ്ണവോർ ആ മഹാതേജസ്യാം വ്യാസഭഗവാനെ നമിപ്പൂ ഞാൻ എന്നിങ്ങനെ ചേർത്തു. നമസ്തസ്മൈ ഭഗവതേ വാസുദേവായ വേധസേ പവജ്ഞാനമയം സൗമ്യ എൻ മുഖാംബുരുഹാസവം. ഏതായാലും വേദവ്യാസനെ സ്മരിച്ചുകൊണ്ട് ഈ സുബ്രഹ്മണ്യൻ തിരുമുമ്പ് ഈ ശോശാരസ്വതം എന്ന് പറയുന്ന സ്തോത്രം സ്തുതി അതിങ്ങനെ അവതരിപ്പിച്ചു തന്നു. നമ്മളെല്ലാവരും തന്നെ കടുത്ത ഒരു പ്രസ്ഥാനത്തിലേക്ക്, വളരെ കനത്ത ഒരു ചിന്താഗതിയിലേക്ക്, അല്ലെങ്കിൽ ഈശ്വരീയമായിരിക്കുന്ന ആത്മനിർവൃതിയിലേക്ക്, വേദാന്തത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് കടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് സുഖബ്രഹ്മം ഇത് അവതരിപ്പിക്കുന്നതിന്, ശക്തി ഏകുന്നതിന് വേണ്ടിയിട്ട്, ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആർജിക്കുന്നതിന് വേണ്ടിയിട്ട് ഈശ്വരസ്മരണ നടത്തിയത് വായിച്ചുകൊണ്ട് ഇന്നത്തെ പ്രഭാഷണം നടത്താം. ഇനി കടക്കുകയാണ് അതിഗഹനമായിരിക്കുന്ന കാര്യങ്ങളിലേക്കാണ്. ഭാഗവതമാദ്യന്തം ഗഹനമാണെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓം സഹനാവവധൂ സഹനൗ ഭുനക്കുതു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. നാരായണം.